ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗിഹോൻ തിയോളജിക്കൽ സെമിനാരിയിലൂടെ കർത്താവിന്റെ വചനം പഠിക്കുവാൻ കർത്താവ് നൽകുകയും നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ചും ഇതിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട MB സൈമൺ സാറ്, മറ്റ് ഉത്തരവാദിത്വം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരു പുതിയ വിഷയവുമായിട്ടാണ് നമ്മുടെ ഈ സെക്ഷനിൽ ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കുന്നത്. കഴിഞ്ഞ സെമസ്റ്ററിൽ നമുക്ക് ഒരു വിഷയം ഒരുമിച്ച് പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പോസ്തല പ്രവർത്തികൾ. ഇവിടെ ഭയങ്കര മഴയാണ്, ഇച്ചിരി സത്യത്തിൽ പറയാമോ? പറയാം. അപ്പോസ്തല പ്രവർത്തികളാണ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കഴിവതും അതിന്റെ നോട്ട്സ് ഞാൻ എൻ്റെ കൈവശമുണ്ട്. എന്നാൽ അതൊന്ന് പ്രിപ്പയർ ചെയ്ത് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരല്പം സമയമെടുത്താലും ഞാനത് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. നമ്മൾ ഇന്നു മുതൽ പഠിക്കുന്ന വിഷയം പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് അല്ലെങ്കിൽ ഇടയ ലേഖനങ്ങൾ എന്ന വിഷയമാണ് നാം ഈ പ്രാവശ്യം പഠനത്തിന് വേണ്ടി ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചും അതുപോലെ കർത്താവിന്റെ വേലക്കാരെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമർഹിക്കുന്ന പഠനമാണ് ലേഖനങ്ങളുടെ പഠനം. പുതിയ നിയമ ലേഖനങ്ങൾ സഭയുടെ ഉപദേശ സംഹിതയും അതുപോലെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗികതയും നമുക്ക് തുറന്നു തരുന്ന എഴുത്തുകളാണ്. പുതിയ നിയമസഭയെ സംബന്ധിച്ച് ലഭ്യമായിരിക്കുന്ന ആധികാരികമായ ഉപദേശ സംഹിത രേഖ എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ നിയമമാണ്, പുതിയ നിയമഗ്രന്ഥങ്ങളാണ്. അപ്പൊ ഏതൊരു വിഷയവും മനസ്സിലാക്കുവാൻ ആത്യന്തികമായി നാം ആശ്രയിക്കുന്നത് പുതിയ നിയമ ലേഖനങ്ങളെയാണ്. അപ്പൊ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വസ്തുതകൾ ഉണ്ട്, ട്രഡീഷണലായിട്ടുള്ള ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ റീസണിങ്, യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ വസ്തുതകളെല്ലാം ഒത്തിണങ്ങി വന്നാണ് നാം ഒരു ഉപദേശ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെ ആധികാരികതയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വസ്തുതയാണ് ദൈവവചനം അല്ലെങ്കിൽ സ്ക്രിപ്റ്റേഴ്സ്. അപ്പൊ അതുകൊണ്ട് ലേഖനങ്ങൾ, അതിന്റെ പഠനം വളരെ പ്രാധാന്യമുള്ള വസ്തുതയാണ്. ലേഖനങ്ങളെല്ലാം അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ സഭയ്ക്കോ വ്യക്തികൾക്കോ എഴുതിയ കത്തുകളാണ്. അപ്പോൾ അതിനകത്ത് ചരിത്രപരമായി ആ കാലഘട്ടത്തിലെ ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കാലഘട്ടത്തിൽ സഭ നേരിട്ടിരുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അവയെ അഡ്രസ്സ് ചെയ്യുവാനാണ് പ്രധാനമായിട്ടും ഈ ലേഖനങ്ങൾ അപ്പോസ്തലന്മാർ ആ കാലഘട്ടത്തിൽ എഴുതുന്നു. അതുകൊണ്ട് ഈ ലേഖനങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അതായത് ഇത് ഏത് ചരിത്ര പശ്ചാത്തലത്തിലാണ് എഴുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
അപ്പൊ കാലഘട്ടത്തെയും പശ്ചാത്തലത്തെയും മനസ്സിലാക്കിയാൽ മാത്രമേ ഓരോ ലേഖനത്തിലും പരാമർശിക്കുന്ന വിഷയങ്ങളുടെ സത്യമായ വസ്തുത, സത്യസന്ധത മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. ഇടയലേഖനങ്ങൾ എന്ന് വിളിക്കുന്ന പുസ്തകങ്ങൾ 3 ലേഖനങ്ങളാണ്. തിമോത്തിയോസിന് പൗലോസ് എഴുതിയ 2 ലേഖനങ്ങളും തീത്തോസിന് പൗലോസ് എഴുതുന്ന 1 ലേഖനവും. അപ്പൊ തിമോത്തിയോസിന്റെ 2 ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനവുമാണ് പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് അല്ലെങ്കിൽ ഇടയ ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങളാണുള്ളത്. പുതിയ നിയമത്തിൽ 21 നമുക്കറിയാവുന്ന വസ്തുതയാണ്. ലേഖനങ്ങൾ 3 പേരുടെ പേര് മനസ്സിലായില്ല. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്. അപ്പോൾ പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങൾ, റോമലേഖനം മുതൽ യൂദ വരെയുള്ള ഭാഗത്ത് കാണുന്ന 21 ലേഖനങ്ങൾ നമുക്ക് കാണാം. ഈ ലേഖനങ്ങളെ പൗലോസിന്റെ ലേഖനങ്ങൾ എന്നും പൊതുലേഖനങ്ങൾ എന്നും രണ്ടായിട്ട് നമുക്ക് തിരിച്ചു പഠിക്കും. ലേഖനങ്ങളെ പൗലോസിന്റെ ലേഖനങ്ങൾ എന്നും പൊതുലേഖനങ്ങൾ എന്നും രണ്ടായിട്ട് തിരിച്ചാണ് നാം പഠിക്കുന്നത്. പൊളൈൻ എപ്പിസ്റ്റൽസ് ആൻഡ് ജനറൽ എപ്പിസ്റ്റൽസ്. പൊളൈൻ എപ്പിസ്റ്റൽസ് ആൻഡ് ജനറൽ എപ്പിസ്റ്റൽസ്. ഇതിൽ എബ്രായ ലേഖനത്തിന്റെ ഗ്രന്ഥകർത്തൃത്വം തർക്കവിഷയമാണ്. എബ്രായ ലേഖനം എഴുതിയത് പൗലോസ് ആണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കവിഷയമാണ്. അപ്പോൾ എബ്രായ ലേഖനത്തെ മാറ്റി നിർത്തിയാൽ പൗലോസിൻ്റെതായിട്ട് 13 ലേഖനങ്ങളും എബ്രായ ലേഖനവും കൂടെ ഉൾപ്പെടുകയാണെങ്കിൽ പൗലോസിൻ്റെതായിട്ട് 14 ലേഖനങ്ങളും. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, എബ്രായ ലേഖനം ഒഴികെ പൗലോസിൻ്റെതായിട്ട് 13 ലേഖനങ്ങൾ ഉണ്ട്. എബ്രായ ലേഖനം ഒഴികെ പൗലോസിൻ്റെതായിട്ട് 13 ലേഖനങ്ങൾ ഉണ്ട്. പൗലോസിന്റെ ലേഖനങ്ങളെ നമുക്ക് സഭയ്ക്കുള്ള ലേഖനങ്ങളെന്നും വ്യക്തികൾക്കുള്ള ലേഖനങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം. പൗലോസിന്റെ ലേഖനങ്ങളെ ലെറ്റേഴ്സ് ടു ദ ചർച്ചസ്, സഭകൾക്കുള്ള ലേഖനങ്ങൾ എന്നും പേഴ്സണൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ വ്യക്തികൾക്കുള്ള ലേഖനങ്ങൾ എന്നും രണ്ടായിട്ട് തിരിക്കാം. ഇനിയും പൗലോസിന്റെ ലേഖനങ്ങളിലെ വ്യക്തികൾക്കുള്ള ലേഖനങ്ങൾ അല്ലെങ്കിൽ സഭയ്ക്കുള്ള ലേഖനങ്ങൾ, ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. സഭയ്ക്കുള്ള ലേഖനങ്ങൾ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ടു ദ ചർച്ചസ്, മറ്റത് പേഴ്സണൽ ലെറ്റേഴ്സ്. ഇങ്ങനെ നമുക്ക് 2 വിഭാഗമായി പൗലോസിന്റെ ലേഖനങ്ങളെ നമുക്ക് തിരിച്ച് പഠിക്കാം. അതുപോലെ പൗലോസിന്റെ ലേഖനങ്ങൾ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും ആധികാരികമായ രചനകളാണ്. ക്രൈസ്തവ ദൈവശാസ്ത്രം രൂപപ്പെടുന്നത് തന്നെ പൗലോസിന്റെ രചനകളിലൂടെയാണ്, പൗലോസിന്റെ കത്തുകളിലൂടെയാണ്. അപ്പൊ പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്നും നമുക്ക് മറ്റൊരു വിഷയം നമ്മൾ പഠിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അത് എടുത്തിരുന്നു എന്ന് തോന്നുന്നു, നമ്മുടെ രാജു സാർ എടുത്തിരുന്നു എന്ന് തോന്നുന്നു. പോളൈൻ തോട്ട്, പൗലോസിന്റെ
ദർശനങ്ങൾ എന്ന് പറയുന്ന പൗലോസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ നമുക്ക് ബൈബിൾ കോളേജുകളിൽ പഠിക്കുവാനുണ്ട്. അപ്പൊ പൗലോസിന്റെ ലേഖനങ്ങൾ ദൈവശാസ്ത്രപരമായി ഔന്നിത്യം പ്രാപിക്കുന്നതും ക്രിസ്തീയ വേദശാസ്ത്രം രൂപപ്പെടുവാൻ കാരണമായി തീർന്നതുമാണ് പൗലോസിന്റെ രചനകൾ. അതുകൊണ്ട് ദൈവശാസ്ത്രപരവും ഉപദേശപരവും തിയോളജിക്കൽ ആൻഡ് ഡോക്ട്രിനൽ ഇഷ്യൂസ് അതിന്റെ വെളിച്ചത്തിൽ പൗലോസിന്റെ ലേഖനങ്ങളെ മുഴുവനായി നമുക്ക് 4 ആയിട്ട് തിരിക്കാം. 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് ലേഖനങ്ങളെ നമ്മൾ പഠിക്കുന്നത്. 4 ഗ്രൂപ്പ്. തിയോളജിക്കലും ഡോക്ട്രിനലുമായിട്ടുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പൗലോസിന്റെ ലേഖനങ്ങളെ നമുക്ക് 4 വിഭാഗമായി പഠിക്കാം. ഒന്നാമത്തെ വിഭാഗം എസ്കറ്റോളജിക്കൽ അല്ലെങ്കിൽ ഭാവികാല ശാസ്ത്രപരം അല്ലെങ്കിൽ അന്ത്യകാല ശാസ്ത്രപരം. എസ്കറ്റോളജിക്കൽ അല്ലെങ്കിൽ ഭാവികാല ശാസ്ത്രപരം. അപ്പൊ അന്ത്യകാല ശാസ്ത്രത്തെക്കുറിച്ച് ഭാവികാല ശാസ്ത്രത്തെക്കുറിച്ച് ഉള്ള ലേഖനങ്ങളാണ് ഒന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ലേഖനങ്ങൾ 1ഉം 2ഉം തെസ്സലോനിക്കരാണ്. 1ഉം 2ഉം തെസ്സലോനിക്കരാണ്. ഈ ലേഖനങ്ങളാണ് പൗലോസിന്റെ രചനയിൽ ആദ്യമായി നമുക്ക് ലഭിക്കുന്ന ലേഖനങ്ങൾ. പൗലോസ് ആദ്യം എഴുതുന്ന ലേഖനങ്ങളാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1ഉം 2ഉം ലേഖനങ്ങൾ. ഇത് ഏകദേശം 52-53 AD 52-53 കാലഘട്ടത്തിലാണ് ഈ തെസ്സലോനിക്കർക്ക് എഴുതുന്ന 2 ലേഖനങ്ങളും രചിക്കപ്പെടുന്നു. AD 52-53 കാലഘട്ടം. രണ്ടാമത്തെ വിഭാഗം സോറ്റീരിയോളജിക്കൽ അല്ലെങ്കിൽ രക്ഷാതത്വശാസ്ത്രപരമായ ലേഖനങ്ങൾ. അവ 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, റോമർ. 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, റോമർ എന്നീ ലേഖനങ്ങളെയാണ് സോറ്റീരിയോളജിക്കൽ അല്ലെങ്കിൽ രക്ഷാതത്വശാസ്ത്രപരമായ ലേഖനങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഈ ലേഖനങ്ങളുടെ രചനാകാലം AD 57-58 ക്രിസ്തുവർഷം 57-58 കാലഘട്ടത്തിലാണ് ഈ ലേഖനങ്ങളുടെ രചന നടക്കുന്നത്. മൂന്നാമത്തെ വിഭാഗം ക്രിസ്തുശാസ്ത്രപരം, ക്രിസ്തുശാസ്ത്രപരം. ഈ ലേഖനങ്ങൾ കൊലോസിയർ, ഫിലേമോൻ, എഫേസ്യർ, ഫിലിപ്പിയർ. പറയാം. കൊലോസിയർ, ഫിലേമോൻ, എഫേസ്യർ, ഫിലിപ്പിയർ. കൊലോസിയർ, ഫിലേമോൻ, എഫേസ്യർ, ഫിലിപ്പിയർ. ഈ 4 ലേഖനങ്ങളെയാണ് ക്രിസ്തുശാസ്ത്രപരമായ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിന്റെ ഔന്നത്യത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും ദൈവശാസ്ത്രപരമായി രചിക്കപ്പെട്ട ലേഖനങ്ങളാണ്. ഇവ ഏകദേശം 62-63 AD 62-63 കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടു എന്ന് നമുക്ക് അനുമാനിക്കാം. 62-63 കാലം. ഈ വിഭാഗം, അതായത് ക്രിസ്തുശാസ്ത്രപരമായ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 4 ലേഖനങ്ങളെ, അതായത് കൊലോസിയർ, എന്തോ 62-63 ഈ ലേഖനങ്ങളെയാണ്
അതായത് കൊലോസിയർ, ഫിലേമോൻ, എഫേസ്യർ, ഫിലിപ്പിയർ, ഈ ലേഖനങ്ങളെയാണ് മറ്റൊരു പേരും കൂടെ വിളിക്കുന്നത്. മറ്റൊരു പേരിൽ വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാരാഗ്രഹ ലേഖനങ്ങൾ. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് വിളിക്കുന്ന വിഭാഗം ക്രിസ്തുശാസ്ത്രപരമായി എഴുതപ്പെട്ട ഈ 4 ലേഖനങ്ങളാണ്. കൊലോസിയർ, ഫിലേമോൻ, എഫേസ്യർ, ഫിലിപ്പിയർ. ഇവയാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. 4-മത്തെ വിഭാഗം എക്ലീഷിയോളജിക്കൽ അല്ലെങ്കിൽ സഭാശാസ്ത്രപരമായ ലേഖനം, സഭാശാസ്ത്രം. അപ്പൊ നമ്മൾ ഇത് പഠിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന തിയോളജിക്കൽ സബ്ജക്ട് കൊടുക്കുന്നു. അപ്പൊ സഭാശാസ്ത്രപരമായ ലേഖനങ്ങളാണ് 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്. 1 തിമോത്തിയോസ്, അതിന്റെ ക്രമം അനുസരിച്ച് എഴുതിയാൽ 1 തിമോത്തിയോസ്, തീത്തോസ്, 2 തിമോത്തിയോസ്. 2 തിമോത്തിയോസ് ആണ് ഏറ്റവും ഒടുവിൽ എഴുതപ്പെടുന്നത്. അപ്പൊ ഈ സഭാശാസ്ത്രപരമായ ലേഖനങ്ങളെയാണ് ഇടയ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഈ ലേഖനങ്ങളെയാണ് ഇടയ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ക്രിസ്തുശാസ്ത്രപരമായ ലേഖനങ്ങളെ പ്രിസൺ എപ്പിസൽസ് എന്ന് വിളിക്കുന്നുണ്ട്. സഭാശാസ്ത്രപരമായ ലേഖനങ്ങളെ ഇടയ ലേഖനങ്ങളെന്നും വിളിക്കുന്നു. അപ്പൊ 4-മത്തെ വിഭാഗം സഭാശാസ്ത്രപരം എഴുതപ്പെട്ട കാലഘട്ടം 65, 68, 65-നും 68-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ്. പൗലോസിന്റെ രക്തസാക്ഷിത്വം 68-ലാണ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഏകദേശം 67, 68, 68-ന്റെ ആരംഭത്തിൽ പൗലോസിന്റെ രക്തസാക്ഷിത്വം നടന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഡേറ്റുകൾ നിങ്ങൾ അത്രത്തോളം അങ്ങനെ നിങ്ങൾ സൂക്ഷിക്കേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗം ഡേറ്റുകളെ നിങ്ങൾ കാണുക. ചിലപ്പോൾ മറ്റു ചില പണ്ഡിതന്മാർ 1-2 വർഷത്തിന്റെ വ്യത്യാസങ്ങൾ പല രചനാ കാലഘട്ടത്തിനും പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഹോൾഡ് ചെയ്യണമെന്നില്ല. എങ്കിലും നമ്മുടെ പഠനത്തിന് വേണ്ടി നമുക്ക് സമ്മതമായിട്ടുള്ള ഒരു ഡേറ്റ് ആണ് നമ്മൾ ഇവിടെ പഠനത്തിന് വേണ്ടി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാര്യം വാസ്തവമാണ്, യെരുശലേം ദേവാലയത്തിന്റെ നാശത്തിന് മുമ്പ്, യെരുശലേം ദേവാലയത്തിന്റെ നാശം നടക്കുന്നത് AD 70-ലാണ്. അപ്പൊ AD 70-ന് മുമ്പ് പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും എഴുതപ്പെട്ടിരുന്നു. AD 70-ന് മുമ്പ് പൗലോസിന്റെ രക്തസാക്ഷിത്വം നടന്നിരുന്നു. അപ്പൊ പൗലോസിന്റെ ലേഖനങ്ങളിലൊന്നും നമുക്ക് ഈ യെരുശലേം നാശത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് AD 70-ന് മുമ്പ് എല്ലാ ലേഖനങ്ങളും, പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും എഴുതപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാം. ഈവൻ എബ്രായ ലേഖനം പോലും ദേവാലയം നിലനിൽക്കുന്നു എന്നുള്ള സൂചനയാണ്. അവിടെ യാഗങ്ങളെ കുറിച്ചും ദേവാലയത്തിന്റെ ശുശ്രൂഷകളെ കുറിച്ചും ഒക്കെ വിശദീകരിക്കുമ്പോൾ ദേവാലയം നിലനിൽക്കുന്നു എന്നുള്ള ആശയത്തിൽ തന്നെയാണ് എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പൊ എബ്രായ ലേഖനത്തിന്റെ കാലഘട്ടവും AD 70-ന് മുമ്പ് തന്നെ ആയിരിക്കണം. അപ്പൊ അതിനേക്കാൾ ശേഷമുള്ള കാലഘട്ടമായിട്ട് പറയുന്ന ചില പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അവിടെ അവരുടെ അഭിപ്രായമായിട്ട് തന്നെ അത് നിലനിൽക്കട്ടെ. എങ്കിലും നമുക്ക് ഈ ഒരു ആശയത്തോടു കൂടി തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലേമോൻ, ഈ ലേഖനങ്ങളെ ഏത് പേരിലും കൂടെ അറിയപ്പെടുന്നു? പ്രിസൺ എപ്പിസ്റ്റൽസ് എന്നുള്ള പേരിൽ കൂടെ അറിയപ്പെടുന്നു. തിമോത്തിയോസിന്റെ 1-ഉം 2-ഉം ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനവുമാണ് ഇടയ ലേഖനങ്ങൾ അല്ലെങ്കിൽ സഭാശാസ്ത്രപരമായ ലേഖനങ്ങൾ. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത്, എഫേസ്യ ലേഖനം സഭയെക്കുറിച്ച് പറയുന്ന ലേഖനമാണ് എന്ന് പറയുന്നെങ്കിലും സഭയും ക്രിസ്തുവും, കൊലോസ് ലേഖനവും എഫേസ്യ ലേഖനവും സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണെങ്കിലും ക്രിസ്റ്റോളജിയാണ് എഫേസ്യ ലേഖനത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ സഭാശാസ്ത്രപരമായ വിഷയങ്ങൾ എവിടെ നാം കാണുന്നു? 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് എന്നീ ലേഖനങ്ങളിൽ നാം കാണും. ഇവയിൽ, ഈ ലേഖനങ്ങളിൽ, പൗലോസിന്റെ ലേഖനങ്ങളിൽ വ്യക്തിപരമായി വ്യക്തികൾക്ക് എഴുതിയ ലേഖനങ്ങളാണ് തിമോത്തിയോസിന്റെ 1-ഉം 2-ഉം ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനവും ഫിലേമോന്റെ ലേഖനവും. അപ്പം ഇടയ ലേഖനങ്ങളും അതോടൊപ്പം
ഫിലേമോന്റെ ലേഖനം, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇടയലേഖനങ്ങളോടൊപ്പം ഫിലേമോൻ എഴുതിയ ലേഖനവും. ഫിലേമോൻ എഴുതിയ ലേഖനം ക്രിസ്റ്റോളജിക്കലാണ്, അത് കാരാഗ്രഹ ലേഖനത്തിൽ ഉൾപ്പെടുന്നതുമാണ്. അപ്പം ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള ഒരു ലേഖനം അല്ലെങ്കിൽ കാരാഗ്രഹ ലേഖനത്തിൽ ഉൾപ്പെടുന്ന ഫിലേമോനും ഉൾപ്പെടുത്തി. അതുപോലെ സഭാശാസ്ത്രപരമായ ലേഖനവും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ ലേഖനങ്ങളെല്ലാം വ്യക്തിപരമായി വ്യക്തികൾക്ക് എഴുതിയ ലേഖനങ്ങളായിട്ട് നമുക്ക് കാണാം. ബാക്കിയുള്ള എല്ലാ ലേഖനങ്ങളും, പൗലോസിന്റെ ബാക്കിയുള്ള എല്ലാ ലേഖനങ്ങളും ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന സഭകൾക്ക് എഴുതിയതാണ്. നിലവിലുണ്ടായിരുന്ന സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളാണ് ആ ലേഖനങ്ങളിൽ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം കൊരിന്തിലെ ധാരാളം വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് എഴുതിയതാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഗലാത്യയിലെ ഒരു സഭയ്ക്കല്ല, ഗലാത്യയിലെ സഭകൾക്ക് എഴുതിയതാണ്. ഗലാത്യ പ്രദേശത്ത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ധാരാളം സഭകളുണ്ടായിരുന്നു. അവിടെ ധാരാളം സഭകളുണ്ടായിരുന്നു. അവയൊക്കെ യഹൂദ ക്രൈസ്തവരുടെ സ്വാധീനത്തിലുള്ള സഭകളായിരുന്നു. അവ ന്യായപ്രമാണത്തിലേക്ക് മറിഞ്ഞു പോകുന്നത് കണ്ട് പൗലോസ് എഴുതിയതാണ് ഗലാത്യ ലേഖനം. ഗലേഷ്യൻ ഹെർസി എന്ന് പറയുന്ന ഒരു വലിയ ദുരുപദേശം അവിടെ വ്യാപിച്ചിരുന്നു. അപ്പൊ അതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധമായിരുന്നു ഈ ഗലാത്യ ലേഖനം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ മറ്റു ലേഖനങ്ങളും അതുപോലെ ഓരോ കോണ്ടക്സ്റ്റ് അനുസരിച്ചാണ് പൗലോസ് എഴുതിയിട്ടുള്ളത്. അത് നമുക്ക് ഓരോ ലേഖനങ്ങളും പിന്നീട് പഠിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. വ്യക്തികൾക്ക് എഴുതിയ ലേഖനങ്ങൾ സാധാരണ വ്യക്തികൾക്ക് എഴുതുന്നത് പോലെ വ്യക്തിപരമായി അവർക്ക് വേണ്ടി മാത്രം എഴുതിയ ലേഖനമല്ല. അവർക്ക് വേണ്ടി വ്യക്തിപരമായി എഴുതിയ ലേഖനമാണെങ്കിലും അത് അവർക്ക് വേണ്ടി മാത്രം എഴുതിയ ലേഖനം അല്ല. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിന്റെ അവസാനത്തെ വാചകം, തിമോത്തിയോസിന് എഴുതിയ ആദ്യത്തെ വാചകം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതുന്ന ഒന്നാം ലേഖനം ആരംഭിക്കുന്നത്. എന്നാൽ പൗലോസ് ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് നോക്കുകയും അവസാനം പറയുന്നു, ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. എന്നിട്ട് അവസാന വാചകം, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിന്നോടുകൂടെ എന്നല്ല, അത് ഒറിജിനൽ ഗ്രീക്കിലും മറ്റു പരിഭാഷകളിലുമെല്ലാം ആ അർത്ഥം തന്നെയാണ്. അത് പരിഭാഷയിൽ വന്ന മിസ്റ്റേക്ക് ഒന്നുമല്ല. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പൊ ഈ ലേഖനം വ്യക്തിപരമായി തിമോത്തിയോസിന് എഴുതിയ ലേഖനമാണെങ്കിലും അത് ആ കാലഘട്ടത്തിലെ സഭകളെല്ലാം ഉൾക്കൊള്ളേണ്ടതും വായിക്കേണ്ടതും ആ കാലഘട്ടത്തിലെ ദൈവവേലക്കാർ അറിഞ്ഞിരിക്കേണ്ടതുമായ വസ്തുതകളാണ് എന്നുള്ളൊരു സൂചനയും കൂടെ നമുക്കിവിടെ ലഭിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം അവസാനിക്കുന്നത് അങ്ങനെ തന്നെയാണ്, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. തീത്തോസിന് വളരെ വ്യക്തിപരമായിട്ട് എഴുതിയ ലേഖനമാണ്. ക്രേത്തയിലെ സഭയെക്കുറിച്ച്, അവിടുത്തെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടി എഴുതുന്നതാണ് തീത്തോസിന്റെ ലേഖനം. അതിന്റെ അവസാനം പറയുന്നു, കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടെ ക്രേത്ത സഭകളിൽ പൗലോസും കൂടെ ഉള്ളപ്പോൾ മൂപ്പന്മാരെ നിയമിച്ചിരുന്നു. അപ്പോൾ സഭയുടെ ശുശ്രൂഷകന്മാരായ മൂപ്പന്മാരെയും തീത്തോസിനെയും അവിടെയുള്ള ശുശ്രൂഷാ സമൂഹത്തെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പൗലോസ് ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പം വ്യക്തിപരമായി എഴുതിയ ലേഖനമാണെങ്കിലും അത് ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്ന സന്ദേശമല്ല അതിനകത്ത് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ദൈവവചനത്തിൽ വ്യക്തിപരമായിട്ടും എഴുതിയ ലേഖനങ്ങളും സഭാപരമായിട്ട് എഴുതിയ ലേഖനങ്ങളും ആ കാലഘട്ടത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നു. എല്ലാ ദൈവമക്കൾക്കും എല്ലാ ദൈവവേലക്കാർക്കും അറിയേണ്ടതായ വസ്തുതകളായിരുന്നു അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിൽ നാം കാണുന്നു. അപ്പൊ വേദപുസ്തകത്തിന്റെ തന്നെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ വേദപുസ്തകത്തിലെ ഒരു പുസ്തകവും ആ കാലഘട്ടത്തിലേക്ക് മാത്രം എഴുതപ്പെട്ടതല്ല. ആ കാലഘട്ടത്തിലേക്ക് അത് ആവശ്യമായിരുന്നു എങ്കിലും അത് എല്ലാ കാലഘട്ടത്തിലേക്കും ആവശ്യമുള്ള രചനകളായിരുന്നു.
അത് പഴയ നിയമമായാലും പുതിയ നിയമ ലേഖനങ്ങൾ പുസ്തകങ്ങളായാലും അതിനൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സന്ദർഭം ഉണ്ടായിരുന്നു, ആകസ്മിക സന്ദർഭം. അത് എഴുതുവാനൊരു മുഖാന്തരം ഉണ്ടായിരുന്നു, അതിനൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എങ്കിലും അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ആഗോള സഭയുടെ ചരിത്രത്തിന്റെ അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന, അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന രീതിയിൽ ആഗോള സഭയ്ക്ക് വേണ്ടിയുള്ള സന്ദേശമായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പിന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം കോഴഞ്ചേരിക്കാർക്ക് എന്താണ് എന്ന് ഒരാൾ ചോദിച്ചതായിട്ടൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കൊരിന്ത്യർക്ക് എഴുതിയതല്ലേ, നമുക്കെന്താ കാര്യം എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ കൊരിന്ത്യർക്ക് എഴുതിയതാണെങ്കിൽ, കൊരിന്തിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തതാണെങ്കിലും അവിടെയും ഇവിടെയും എവിടെയുമുള്ള ദൈവസഭയ്ക്ക്, അല്ലെ, അതിന്റെ ആരംഭത്തിൽ അങ്ങനെയാ പറഞ്ഞേക്കുന്നത്, അവിടെയും ഇവിടെയും എവിടെയും. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലേക്കും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകങ്ങളെ നാം സമീപിക്കുമ്പോൾ അന്നത്തെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലന്മാർ എഴുതിയ വചനങ്ങളാണ്, സന്ദേശങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് എങ്കിലും അവ ഇന്നത്തെ കാലഘട്ടത്തിലേക്കും കൂടി ഉള്ളതാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് അത് നമുക്ക് വേണ്ടിയും കൂടി ഉള്ളതാണ്. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ശുശ്രൂഷയെയും നമ്മുടെ സഭാജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും എല്ലാം സംബന്ധിക്കുന്ന ദൈവിക ആലോചനകളാണ് ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അതൊരു കാലഘട്ടത്തിന് വേണ്ടി എഴുതി, അത് എല്ലാ കാലഘട്ടത്തിലുള്ള സഭയ്ക്ക് വേണ്ടി എഴുതി, മൂന്നാമത് വരുമ്പോൾ അത് നമുക്ക് വേണ്ടി എഴുതപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും ആവശ്യമായിട്ടുള്ള പ്രബോധനങ്ങൾ, നിർദ്ദേശങ്ങൾ, ആത്മീയ ചിന്തകൾ ഒക്കെ നമുക്ക് ഈ അപ്പോസ്തോലിക രചനകളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പോൾ ഈ ലേഖന രചനയുടെ ഉദ്ദേശം പൗലോസ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ ഇടയലേഖനങ്ങളുടെ ഉദ്ദേശം അത് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് ഇവിടെ ഈ ലേഖനത്തിൽ തന്നെ പറയുന്ന കാര്യം, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടതെങ്ങനെ എന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പൊ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്സ് ഓഫ് ലൈഫ്, അല്ലെ? ജീവിക്കുക, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ സഭയിൽ എങ്ങനെ ജീവിക്കണം, സഭയിൽ എങ്ങനെ പെരുമാറണം, സഭയിലെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് നീ അറിയേണ്ടതിനാണ് ഇത് എഴുതുന്നത്. സഭയെക്കുറിച്ച് പറയുന്നത് എന്താണ്? ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. അപ്പൊ സഭാഹോൾ അല്ല ദൈവാലയം, ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ് ദൈവാലയം. അപ്പൊ നമ്മൾ ചിന്തിക്കരുത് ഈ ഇടയലേഖനങ്ങളിലെ നിർദ്ദേശങ്ങൾ സഭാഹോളിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണെന്ന് ചിന്തിക്കരുത്. സഭാ ശുശ്രൂഷയെക്കുറിച്ചും സഭാ ശുശ്രൂഷകന്റെ ജീവിതത്തെക്കുറിച്ചും വ്യക്തികളുടെ സഭയിലെ എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹത്തിലെ അതിനകത്ത് സഭാഹോളും ഉൾപ്പെടും, പാസ്റ്ററും ഉൾപ്പെടും, സഭാജനങ്ങളും ഉൾപ്പെടും, അവരുടെ കുടുംബജീവിതം എല്ലാം ഉൾപ്പെടും. അപ്പൊ അങ്ങനെ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പം സഭാജീവിതം എങ്ങനെയായിരിക്കണം, സഭയിലെ ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതിന് വേണ്ടി, പ്രബോധിപ്പിക്കേണ്ടതിന് വേണ്ടി, മാർഗനിർദ്ദേശം നൽകേണ്ടതിന് വേണ്ടി എഴുതിയ ലേഖനമായിട്ട് പൗലോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇപ്പൊ പൗലോസിന്റെ നിജപുത്രനും ആത്മാർത്ഥ ശിഷ്യനുമായ തിമോത്തിയോസിനെ കർത്താവിന്റെ വേലയിൽ സഭയിൽ എങ്ങനെ ആയിരിക്കണം എന്ന് അവൻ അറിയേണ്ടതിന് വേണ്ടി എഴുതുകയാണ്.
നാം ഈ ഇടയലേഖനങ്ങൾ നോക്കുമ്പോൾ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളെയും ആ ലേഖനങ്ങളിൽ ഡീൽ ചെയ്യുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. ഇപ്പൊ സഭായോഗത്തിന്റെ ക്രമം എങ്ങനെയായിരിക്കും? പാട്ട് ആദ്യം പാടണമോ രണ്ടാമത് പാടണമോ? സ്തോത്ര കാഴ്ച ഇടയ്ക്ക് എടുക്കണോ അവസാനം എടുക്കണോ? അല്ലെങ്കിൽ വിവാഹം എങ്ങനെയാണ് നടത്തേണ്ടത്? ശവസംസ്കാരം എങ്ങനെയാണ് നടത്തേണ്ടത്? അല്ലെങ്കിൽ പ്രസംഗം എത്ര സമയം വേണം? എല്ലാ ആഴ്ചയിലും തിരുവത്താഴം ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ലേഖനങ്ങളിൽ ഡീൽ ചെയ്യുന്നില്ല. എന്നാൽ സഭാജീവിതത്തിന്റെയും സഭാ ശുശ്രൂഷയുടെയും കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇതിനകത്തും, ദൈവശാസ്ത്രപരമായ ചിന്തകൾ അതിനകത്തും. അതുപോലെ സഭ എങ്ങനെയുള്ളതാണ്? സഭ എപ്പിസ്കോപ്പലാണോ, കോൺഗ്രിഗേഷനിലാണോ, അതോ പ്രസ്ബിറ്റേറിയൻ ആണോ? മനസ്സിലായോ? സഭയുടെ അധ്യക്ഷത എങ്ങനെയാണ്? സഭയിലെ ഭരണക്രമം എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം ആഴമായിട്ടൊന്നും അക്കമിട്ട് പഠിപ്പിക്കുന്നില്ല. എന്നാൽ സഭയുടെ ഭരണ സംവിധാനം, ശുശ്രൂഷാ ക്രമങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് ഇതിനകത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും, ഇതിനകത്തുനിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ കത്തുകൾ വെറും കത്തുകളല്ല, മറിച്ച് സഭാശാസ്ത്രപരമായി ആഗോള സഭയിൽ വളരെ പ്രാധാന്യമുള്ള രചനകളാണ്. ഈ ലേഖനങ്ങളെ കത്തുകൾ എന്നാണ് വിളിക്കുന്നത്. അതിനെക്കുറിച്ചും കൂടെ ഒരു വാക്ക് ഞാൻ പറയാം. സാധാരണയായി ലേഖനം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു വലിയ പ്രമേയം, പ്രബന്ധം അവതരിപ്പിക്കുന്നത്. പ്രബന്ധം ആ വിഷയത്തെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നതാണ് ലേഖനം എന്ന് പറയുന്നത്. അപ്പൊ പൗലോസ് എഴുതിയതും അങ്ങനെ തന്നെയാണ്. ഒരു ലേഖനത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അതിനുണ്ട്. വിഷയങ്ങളെല്ലാം അടുക്കോടും ചിട്ടയോടും കൂടി അവതരിപ്പിക്കുന്നു. പക്ഷെ പൗലോസിന്റെ ലേഖനങ്ങളെ എങ്ങനെ വിളിക്കുന്നു? കത്തുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ കത്തെന്ന് പറയുന്നത് എന്താണ്? കുറച്ചും കൂടെ പേഴ്സണലാണ്, കുറച്ചും കൂടെ ഇന്റിമസി ഉള്ളതാണ്, കുറച്ചും കൂടെ സ്നേഹത്തിന്റെ ഭാഷയുള്ളതാണ്. അപ്പൊ പൗലോസിന്റെ ലേഖനങ്ങളെ അങ്ങനെ പറയുവാൻ കാരണം, പൗലോസ് ഒരു പിതാവിനെ പോലെ തന്റെ മക്കളോട് പറയുന്നത് പോലെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ വലിയ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് വ്യക്തിപരമെന്ന് തോന്നത്തക്ക വിധം എഴുതിയത് കൊണ്ടാണ് അവയെ കത്തുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ സഭാശാസ്ത്രപരമായിട്ട്, സഭാ ശുശ്രൂഷാപരമായിട്ട്, സഭകളുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ലേഖനം ആയതുകൊണ്ട് ആദ്യകാലങ്ങളിൽ ഈ ലേഖനങ്ങളെ അറിയപ്പെട്ടിരുന്നത് പൊന്തിഫിക്കൽ ലെറ്റേഴ്സ് എന്നാണ്. പൊന്തിഫിക്കൽ ലെറ്റേഴ്സ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. പൊന്തിഫിക്കൽ എന്ന് പറഞ്ഞാൽ സഭയുടെ നിയന്ത്രിതാവിന്റെ, സഭ നിയന്ത്രിക്കുന്ന സഭയുടെ പിതാവിന്റെ, സഭയുടെ അധികാരിയുടെ കത്ത് എന്നുള്ള അർത്ഥമാണ് അതിന്. അപ്പൊ സഭയുടെ അപ്പോസ്തല, സഭയിലെ ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് സഭയുടെ നടപടിക്രമങ്ങളെ കുറിച്ച് ആധികാരികമായി എഴുതിയത് കൊണ്ട് ഈ ലേഖനങ്ങളെ പോന്തിഫിക്കൽ ലെറ്റേഴ്സ് എന്നായിരുന്നു ആദ്യകാലങ്ങളിൽ വിളിച്ചു വന്നത്. ഇടയ ലേഖനങ്ങൾ എന്നുള്ള പേര് വളരെ കാലത്തിന് ശേഷമാണ് ഈ പുസ്തകങ്ങൾക്ക് ലഭിക്കുന്നത്. ഒന്നാം നൂറ്റാണ്ടിലൊന്നും ഇടയലേഖനങ്ങൾ എന്നുള്ള പേരില്ല. 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും ഒന്നുമില്ല. ഈ ലേഖനത്തിന് ഇടയലേഖനങ്ങൾ എന്നുള്ള പേര്, പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്നുള്ള പേര് ലഭിക്കുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 1703 18ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ D.N. ബർഡോട്ട്
അദ്ദേഹത്തിന്റെ പേര് D.N. ബർഡോട്ട്, BERDOT, ബർഡോട്ട്, D.N. ബർഡോട്ട് എന്ന് പറയുന്ന വ്യക്തി തീത്തോസിന്റെ ലേഖനത്തിന് മാത്രം സ്പെല്ലിംഗ് ഒന്നും പറയാം. ആ പേര് D.N. ബർഡോട്ട്, ബർഡോട്ട്, BERDOT എന്നാണ് ഇംഗ്ലീഷ്. ബർഡോട്ട് 1703 അദ്ദേഹം തീത്തോസിന്റെ ലേഖനത്തിന് മാത്രം കൊടുത്ത ഒരു പേരാണ് ഇടയലേഖനം. ഇടയലേഖനം എന്നുള്ള പേര് അദ്ദേഹം കൊടുത്തു. എന്നാൽ 1726 പ്രസിദ്ധ വേദ പണ്ഡിതനായ പോൾ ആൻഡൺ പേര് കിട്ടിയോ? പോൾ ആൻഡൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ 3 ലേഖനങ്ങൾക്കും കൂടെ ഇടയ ലേഖനങ്ങൾ, പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്നുള്ള പേര് കൊടുത്തത്. ഇടയ ലേഖനങ്ങൾ അല്ലെങ്കിൽ പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്നുള്ള പേര് കൊടുത്തത്. സാറേ ഇയർ ഒന്നുകൂടെ പറയാമോ? 1776 ആണോ? 1726 1726. ഓക്കെ. 1726 പോൾ ആൻഡൺ ഈ പുസ്തകങ്ങളെ ഇടയ ലേഖനങ്ങൾ എന്ന് വിളിച്ചതിന്റെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വന്ന പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ പേര് ലഭിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ ലേഖനങ്ങൾ അങ്ങനെയുള്ള പേരിലൊന്നും അറിയപ്പെട്ടിരുന്നില്ല. അത് സഭകൾക്ക് വേണ്ടിയുള്ള കത്തുകളായിട്ട് തന്നെ അറിയപ്പെട്ട ലേഖനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ഒരു കാനോൻ ഉണ്ടായിരുന്നു. 170 കാലഘട്ടത്തിലൊക്കെ എഴുതപ്പെട്ടു എന്ന് പറയാം. 140-40-70 എഴുതപ്പെട്ട ഒരു കാനോനാണ് മൊററ്റോറിയൻ കാനോൻ. ഈ മൊററ്റോറിയൻ കാനോന് അത് പുതിയ നിയമത്തിന്റെ ഏറ്റവും പൗരാണികമായ പട്ടികയാണ്. പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ ആധികാരിക പട്ടികയാണ് മൊററ്റോറിയൻ കാനോൻ. ആ മൊററ്റോറിയൻ കാനോൻ 2-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മൊററ്റോറിയൻ കാനോനിൽ ഈ പുസ്തകങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പം മൊററ്റോറിയസ് എന്ന് പറയുന്ന ആ വ്യക്തി ഈ ലേഖനങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇത് പരസ്യമായിട്ട് ഉള്ള ഒരു കത്ത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവയ്ക്ക് വളരെയധികം രഹസ്യ സ്വഭാവങ്ങളുണ്ട്. രഹസ്യ സ്വഭാവമുള്ള കത്താണിത്. അതുപോലെ തന്നെ ഇത് സ്നേഹത്തിന്റെ വികാരത്തിൽ നിന്നും എഴുതപ്പെട്ടതാണ്. ഇതിനകത്ത് തുടിച്ചു നിൽക്കുന്നത് ദൈവസ്നേഹമാണ്. വ്യക്തിപരമായി ദൈവസ്നേഹമാണ് ഇതിൽ ഉള്ളത് എന്ന് 2-ാം നൂറ്റാണ്ടിലെ കാനോൻ രേഖപ്പെടുത്തുമ്പോൾ തന്നെ അതിൽ അങ്ങനെ പറഞ്ഞിരുന്നു. തെർത്തുല്യൻ എന്ന് പറയുന്ന സഭാപിതാവ് ലാറ്റിൻ സഭയുടെ നേതാവായിരുന്നു, അധ്യക്ഷനായിരുന്നു. ലാറ്റിൻ ദൈവശാസ്ത്രത്തിന്റെ പിതാവെന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്.
അദ്ദേഹത്തിന്റെ പല കൊട്ടേഷൻസും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. തെർത്തുല്യൻ. ആ പേരൊന്നും പറയാം സാറേ. പേര് തെർത്തുല്യൻ. തർക്കുര്യൻ. തെർത്തുല്യൻ. TS ആണ്. TERTULLIAN. തെർത്തുല്യൻ. തെർത്തുല്യൻ എന്ന് പറയുന്ന സഭാപിതാവ് ഈ ലേഖനങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തിമോത്തിയോസിനുള്ള 2 കത്തുകളും തീത്തോസിനുള്ള 1 കത്തും സഭയുടെ അന്തസ്സ് നിലനിർത്തുന്നതിന് എഴുതപ്പെട്ടിരിക്കുന്നു. സഭയുടെ അന്തസ്സ് നിലനിർത്തുന്നതിന് എഴുതിയ ലേഖനങ്ങളാണ്, കത്തുകളാണ് ഈ കത്തുകളെന്ന് അദ്ദേഹം 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് തെർത്തുല്യൻ. ലേഖനങ്ങളുടെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ല, അല്ലെങ്കിൽ ലഭിച്ച വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ കാലക്രമം അനുസരിച്ചല്ല പുതിയ നിയമത്തിൽ ലേഖനങ്ങൾ ചേർത്തിട്ടുള്ളത്. പൗലോസിന് സഭയുടെ ഭാവിയെക്കുറിച്ച്, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള സത്യങ്ങളാണ് ആദ്യകാലങ്ങളിൽ തനിക്ക് വെളിപ്പാടിനാൽ വെളിപ്പെട്ട് കിട്ടിയത്. അപ്പൊ ആ വിഷയങ്ങൾ താന് തെസ്സലോനിക്കർക്ക് ഉള്ള ലേഖനത്തിലാണ് എഴുതുന്നത്. അതുകൊണ്ട് വിഷയങ്ങളുടെ ക്രമം അല്ലെങ്കിൽ വെളിപ്പാടുകൾ ലഭിച്ചതിന്റെ ക്രമം അനുസരിച്ചല്ല ലേഖനങ്ങൾ നമ്മൾ പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. തിമോത്തിയോസിനും തീത്തോസിനുമാണ് ഇടയലേഖനങ്ങൾ എഴുതുന്നത് നമ്മൾ കാണും. ആ 2 വ്യക്തികൾക്കാണ്. തിമോത്തിയോസിന് 2 ലേഖനങ്ങളും തീത്തോസിന് 1 ലേഖനവുമാണ് എഴുതിയിരിക്കുന്നത്. ഇവർ 2 പേരും, തിമോത്തിയോസും തീത്തോസും, പൗലോസിന്റെ ശുശ്രൂഷയാൽ കർത്താവിങ്കിലേക്ക് വന്ന, പൗലോസിനാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട, താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന 2 ശിഷ്യന്മാരാണ്. ഇവരെ വിശ്വാസത്തിൽ നിജപുത്രന്മാർ, എൻ്റെ നിജപുത്രൻ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. തിമോത്തിയോസ് എഫെസോസിലെ സഭയുടെ ശുശ്രൂഷാ നേതൃത്വത്തിലായി. തിമോത്തിയോസ് ആരായിരുന്നു? എഫെസോസിലെ സഭയുടെ ശുശ്രൂഷയിലായി. എന്നാൽ പിൽക്കാലത്ത് 1-ാം നൂറ്റാണ്ടിന്റെ ഒക്കെ അവസാനമായപ്പോഴത്തേക്കും വിശുദ്ധ യോഹന്നാൻ ആ സഭയുടെ നേതൃത്വത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. എഫെസോസിലേക്കാണ്, പത്മോസ് ദ്വീപിൽ നിന്നും യോഹന്നാൻ വരുന്നത് എഫെസോസിലേക്കാണ്. എഫെസോസിലെ സഭയുടെ ഇടയനും മൂപ്പനുമായിട്ടൊക്കെ അന്ത്യ സമയത്ത് യോഹന്നാൻ ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യ സമയങ്ങളിലുള്ള എഫെസോസിലെ സഭയുടെ മൂപ്പനായിട്ട്, അവിടുത്തെ സഭാ നേതൃത്വത്തിൽ ആ സഭയ്ക്ക് നേതൃത്വം കൊടുത്തത് തിമോത്തിയോസാണ്. തീത്തോസ് ക്രേത്ത ദ്വീപിലെ സഭകളുടെ നേതൃത്വത്തിലായി. ക്രേത്തയിലെ ഇടയൻ എന്ന് നമുക്ക്
തീത്തോസിനെ നമുക്ക് വിളിക്കുവാനായിട്ട് കഴിയും. ഇനി ഒരു കാര്യം കൂടെ പഠിച്ച ശേഷം നമുക്ക് ഈ ഒരു ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കാം. ഇടയലേഖനങ്ങൾ എന്തിനു വേണ്ടി പഠിക്കണം? ഇടയലേഖനങ്ങൾ എന്തുകൊണ്ട് നാം പഠിക്കണം? വൈ വി ഷുഡ് സ്റ്റഡി ദി പാസ്റ്ററൽ എപ്പിസോഡ്സ്. എന്തുകൊണ്ടാണ് നാം ഇടയലേഖനങ്ങൾ പഠിക്കേണ്ടത്? ഒന്ന്, പുതിയ നിയമസഭയുടെ സഭാഭരണക്രമം, പുതിയ നിയമസഭയുടെ സഭാഭരണക്രമം ഈ ലേഖനങ്ങളിലാണ് പ്രതിപാദിക്കുന്നത്. പുതിയ നിയമസഭയുടെ സഭാഭരണക്രമം ഇതിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായി, പാസ്റ്ററൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഇടയ നേതൃത്വ ശുശ്രൂഷ. പാസ്റ്ററൽ ലീഡർഷിപ്പ്, പാസ്റ്ററൽ ലീഡർഷിപ്പ് അഥവാ ഇടയ നേതൃത്വ ശുശ്രൂഷ. പാസ്റ്റർ ഒരു ലീഡറാണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സഭയുടെ ലീഡറാണ്. അപ്പം ആ ലീഡർഷിപ്പ് കൊടുക്കുന്ന നേതൃത്വ ശുശ്രൂഷ, നായകത്വം വഹിക്കുന്നത്. അപ്പൊ ലീഡർഷിപ്പ് എങ്ങനെയായിരിക്കണം, പാസ്റ്ററുടെ ലീഡർഷിപ്പ് എങ്ങനെയായിരിക്കണം എന്ന് ഈ പുസ്തകം പഠിപ്പിക്കും. ലീഡർഷിപ്പ്. മൂന്നാമതായി, ഇടയന്റെയും ശുശ്രൂഷകന്റെയും എൽഡർ ആൻഡ് ഡീക്കൻ. എൽഡർ ആൻഡ് ഡീക്കൻ അതാണ് ഇടയനും ശുശ്രൂഷകനും. ഈ ശുശ്രൂഷകൻ എന്നിവിടെ പ്രതിപാദിക്കുന്നത് നമ്മൾ ഇനി പഠിക്കുമ്പോൾ ഈ ലേഖനങ്ങളിലെല്ലാം ശുശ്രൂഷകൻ എന്ന് നമ്മൾ പഠിക്കും. ശുശ്രൂഷകൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശുശ്രൂഷകന്റെ എന്ന് പറഞ്ഞിട്ട് എന്താ സാറ് പറഞ്ഞേ? എന്നോട് പറഞ്ഞേ. ഇടയന്റെയും ശുശ്രൂഷകന്റെയും എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ? ഇടയന്റെയും ശുശ്രൂഷകന്റെയും എന്ന് പറഞ്ഞത്, ഇടയൻ എന്ന് പറഞ്ഞാൽ എൽഡർ, ELDER, എൽഡർ അല്ലെങ്കിൽ മൂപ്പൻ. എൽഡർ അല്ലെങ്കിൽ മൂപ്പൻ. ശുശ്രൂഷകൻ എന്ന് പറയുന്നത് ഡീക്കൻ. ഡീക്കൻ, DEACON, DEACON, ഡീക്കൻ. അപ്പൊ ഇടയന്റെയും ശുശ്രൂഷകന്റെയും വ്യക്തിത്വവും സ്വഭാവ വിശേഷങ്ങളും ആണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ നാം സാധാരണ നമ്മുടെ കോണ്ടക്സ്റ്റിൽ നാം ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് പറയുന്നത്? സഭാ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്ററെയാണ് നമ്മൾ ശുശ്രൂഷകൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കുഴപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഈ ലേഖനങ്ങളിൽ കാണുന്ന ശുശ്രൂഷകൻ എന്ന് പറയുന്നത് പാസ്റ്റർ അല്ല. പാസ്റ്ററെ അവിടെ പറഞ്ഞിരിക്കുന്നത് എൽഡർ എന്നാണ്. എൽഡർ, മൂപ്പൻ, ഇടയൻ, ബിഷോപ്പ്, പ്രസ്ബിറ്റർ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ് പാസ്റ്റർക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പാസ്റ്റർ, എൽഡർ, പ്രസ്ബിറ്റർ, ബിഷോപ്പ്, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളാണ്. എപ്പിസ്കോപ്പോസ് ആ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പിസ്കോപ്പ, പ്രസ്ബിറ്റർ, പാസ്റ്റർ, എൽഡർ, ഇതെല്ലാം ഒരേ ഒരു സ്ഥാനത്തെ ഉദ്ദേശിക്കുന്നതാണ്. സഭയുടെ ലീഡറിനെ ഉദ്ദേശിക്കുന്ന പദപ്രയോഗമാണ് പാസ്റ്റർ, എൽഡർ, എപ്പിസ്കോപ്പോസ്, പ്രസ്ബിറ്ററോസ്. ഈ പദങ്ങളെല്ലാം സമാനമായിട്ട്
ഉപയോഗിക്കുന്ന പദങ്ങളാണ്. എന്നാൽ ശുശ്രൂഷകൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഡീക്കൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഡീക്കൻ എന്ന് പറയുന്നത് സഭയിൽ ബിഷപ്പിനെ അല്ലെങ്കിൽ പാസ്റ്ററെ ശുശ്രൂഷയിൽ സഹായിക്കുവാൻ വേണ്ടി സഭ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് ഡീക്കൻ. പട്ടത്ത സഭകളുടെ പദം ഉപയോഗിച്ചാൽ അച്ഛനും ഷെമ്മാശനും. ഈ ഷെമ്മാശോ എന്നുള്ള പദമാണ്, ഷെമ്മാശോ എന്നുള്ള പദമാണ് ഡീക്കൻ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. അവർ കശീശ എന്ന് പറഞ്ഞാൽ പുരോഹിതനാണ്. കശീശ പുരോഹിതനും ഷെമ്മാശോ എന്ന് പറയുന്നത് ശുശ്രൂഷകനുമാണ്. അപ്പൊ സഭയുടെ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് പാസ്റ്ററോടൊപ്പം സഭയുടെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയോ വ്യക്തികളോ ആണ്. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അപ്പോസ്തലന്മാര് പറഞ്ഞു, ഞങ്ങളോ ഇനി പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. മേശമേൽ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവും ദൈവകൃപയുമുള്ള പുരുഷന്മാരെ നിങ്ങളുടെ ഇടയിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അപ്പൊ അങ്ങനെ സഭയുടെ മറ്റ് ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത ആളുകൾ നമുക്ക് സ്റ്റെഫാനോസ്, ഫിലിപ്പോസ് ഒക്കെ അതിനകത്തുണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ സഭയിലെ 2 തട്ടുകൾ നമ്മളിപ്പോ കണ്ടു. അതായത് ഭരണക്രമത്തിന്റെ 2 ക്രമം, ഒന്ന് ഇടയൻ, മറ്റൊന്ന് ശുശ്രൂഷകൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സഭകളിലൊക്കെ അത് പാസ്റ്ററും കമ്മിറ്റി മെമ്പേഴ്സുമായി. അത് കുഴപ്പമില്ല, അത് ഒരു ജനാധിപത്യ സംവിധാനമായി കഴിയുമ്പോൾ അങ്ങനെ വരുന്നത്. പക്ഷെ അതിന്റെ യഥാർത്ഥത്തിലുള്ള മൂല അർത്ഥം എന്ന് പറയുന്നത് പാസ്റ്ററെ ശുശ്രൂഷയിൽ സഹായിക്കുന്ന ഇടയൻ, ഡീക്കൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒന്നിലധികം ആളുകൾ ഓരോ സഭയിലും മറ്റു ഉത്തരവാദിത്തങ്ങൾ, സഭയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നു. അവരുടെ വ്യക്തിത്വം എങ്ങനെയായിരിക്കണം, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അവരുടെ ജീവിത നിലവാരം എങ്ങനെയായിരിക്കണം എന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ മൂപ്പന്റെയും അല്ലെങ്കിൽ പാസ്റ്ററുടെയും ഡീക്കന്റെയും അല്ലെങ്കിൽ ശുശ്രൂഷകന്റെയും സ്വഭാവ വിശേഷങ്ങളും വ്യക്തിത്വവും എങ്ങനെയായിരിക്കണം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരും വിശ്വസ്തരും ദൈവകൃപയുള്ളവരും പൊതുജനത്തിന്റെ സമ്മതിയുള്ളവരുമായ പുരുഷന്മാരെ തിരഞ്ഞുകൊള്ളുവീൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ വിശ്വാസത്തിൽ നിറഞ്ഞവരായിരുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു, അവർ വിശ്വസ്തരായിരുന്നു. ഇതൊക്കെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഇടയന്റെ യോഗ്യതയിൽ ഒട്ടും കുറഞ്ഞതായിരിക്കരുത് ഒരു ശുശ്രൂഷകന്റെ യോഗ്യത. ഒരു പാസ്റ്ററെ പോലെ തന്നെ പ്രാധാന്യമുള്ള ആളാണ് സഭയുടെ ശുശ്രൂഷകനായി അല്ലെങ്കിൽ സഹായിയായി വരുന്ന ആളുകളെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 4-മതായി അപ്പോസ്തോലിക ഉപദേശത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ലേഖനം പഠിക്കുന്നത്. അപ്പോസ്തോലിക ഉപദേശത്തെ പഠിക്കുക. അതിന് കാരണം ഈ 3 ലേഖനങ്ങളും എഴുതപ്പെട്ടത് വ്യാപകമായി പ്രചരിച്ചിരുന്ന ദുരുപദേശങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. സഭയെ മുടിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന ദുരുപദേശങ്ങൾ വ്യാപകമായി ഉണ്ടായപ്പോൾ അതിനെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ടതും കൂടെയാണ് ഇടയ ലേഖനങ്ങൾ. അതുകൊണ്ട് വിവിധ ഉപദേശങ്ങളുടെ വെളിച്ചത്തിൽ, മധ്യത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യഥാർത്ഥമായ അപ്പോസ്തോലിക ഉപദേശം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുന്നു. 5-മതായി ഇടയലേഖനങ്ങൾ ആദിമസഭയുടെ ശുശ്രൂഷാ രീതികളും നേതൃത്വ സംവിധാനങ്ങളും വിവരിക്കുന്നു. ആദിമസഭയുടെ ശുശ്രൂഷാ രീതികളും നേതൃത്വ സംവിധാനങ്ങളും വിവരിക്കുന്നു. അതുകൊണ്ട് ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു രേഖയും കൂടിയാണ്, ഒരു ചരിത്ര രേഖയും കൂടിയാണ്. ആഗോള സഭയ്ക്ക് ആധികാരികമായി സഭാ സംവിധാനങ്ങളെക്കുറിച്ചും ശുശ്രൂഷാ രീതികളെക്കുറിച്ചും റഫർ ചെയ്യുവാൻ ആധികാരികമായി എഴുതപ്പെട്ടിട്ടുള്ള ചരിത്ര രേഖയാണ് എന്നുള്ളത് കൊണ്ട് ശുശ്രൂഷകന്മാരും
സഭാജനവും ഒരുപോലെ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമുണ്ട്. ആറാമതായി 8 കാര്യങ്ങളാണ്. ആറാമതായി ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇടയൻ സഭയിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങളോട് എങ്ങനെ ഇടപെടണം. സഭയിൽ യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, വിധവമാരുണ്ട്, വയോധികരുണ്ട്. അപ്പോൾ യുവാക്കളോടും സ്ത്രീകളോടും വിധവമാരോടും വയോധികരോടും ആദിമസഭയിലെ ഒരു വലിയ വിഭാഗം ആളുകൾ സ്ത്രീകൾ വിധവമാരായിരുന്നു. കാരണം സഭാപീഡനത്തിന്റെ ഒക്കെ സാഹചര്യത്തിൽ ധാരാളം ഭർത്താക്കന്മാർ മരിച്ചുപോയി. അപ്പോൾ ആ വിധവമാരെ സംരക്ഷിക്കേണ്ട ആവശ്യം ആദിമസഭയ്ക്ക് ഉണ്ടായിരുന്നു. അത് 6-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. തങ്ങളുടെ വിധവമാരെ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്ന്, അല്ലെ? അങ്ങനെ നമ്മൾ വായിക്കുന്നു. അപ്പൊ സഭ ആ കാലഘട്ടത്തിൽ ഈ സഹോദരിമാരെ സംരക്ഷിച്ചു വന്നിരുന്നു. അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ഇടയൻ സഭയിലെ വ്യത്യസ്ത വിഭാഗങ്ങളോട് ഇടപെടേണ്ടത്? അപ്പൊ യുവാക്കളോട്, സ്ത്രീകളോട്, വിധവമാരോട്, വയോധികരായിട്ടുള്ള ആളുകളോട്, കുഞ്ഞുങ്ങളോട് ഒക്കെ ഉള്ള സമീപന രീതികൾ എങ്ങനെയായിരിക്കണം എന്ന്, എങ്ങനെ പെരുമാറണമെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. 7-മതായി ഇടയ ശുശ്രൂഷയുടെ ദൈവശാസ്ത്രം ഈ പുസ്തകമാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഇടയ ശുശ്രൂഷയുടെ പാസ്റ്ററൽ തിയോളജി, അല്ലെ? അങ്ങനെ ഒരു വിഭാഗമുണ്ട്, പാസ്റ്ററൽ തിയോളജി. അപ്പൊ പാസ്റ്ററൽ തിയോളജി ഈ പുസ്തകങ്ങളിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 8-മതായി സാറേ ആ പോയിന്റ് ഒന്നുകൂടെ പറയാമോ? 7-മത്തെ ഇടയ ശുശ്രൂഷയുടെ ദൈവശാസ്ത്രം. ഇടയ ശുശ്രൂഷയുടെ ദൈവശാസ്ത്രം പഠിക്കുന്നതിൽ, അല്ലെങ്കിൽ പാസ്റ്ററൽ തിയോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ പുസ്തകങ്ങളിൽ നിന്നാണ്. ഇടയ ശുശ്രൂഷയുടെ ദൈവശാസ്ത്രം അഥവാ പാസ്റ്ററൽ തിയോളജി മനസ്സിലാക്കുന്നത്. 8-മത്തേത് ശുശ്രൂഷയുടെ പ്രായോഗിക ഉപദേശങ്ങൾ ഈ പുസ്തകത്തിൽ കാണും. പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ് ശുശ്രൂഷയിലെ ആയിരിക്കുന്ന ആളുകൾക്കുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ. അത് വചന ശുശ്രൂഷ മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളിലും തിമോത്തിയോസിനോടും തീത്തോസിനോടും പ്രായോഗികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പിതാവിനെ പോലെ അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്നു. ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി, ശുശ്രൂഷയുടെ നടത്തിപ്പിന് വേണ്ടിയുമെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഈ 8 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം, ഈ ഇടയലേഖനങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം. സഭയുടെ സഭാഭരണക്രമം മനസ്സിലാക്കുന്നതിന്, ഇടയ നേതൃത്വ ശുശ്രൂഷ പാസ്റ്ററൽ ലീഡർഷിപ്പ് മനസ്സിലാക്കുന്നതിന്, ഇടയന്റെയും ശുശ്രൂഷകന്റെയും സ്വഭാവ ഗുണവിശേഷങ്ങൾ അറിയുന്നതിന്, 4 അപ്പോസ്തലിക ഉപദേശം, ഗുരുപദേശങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ആവശ്യമായ അപ്പോസ്തലിക ഉപദേശം മനസ്സിലാക്കുന്നതിന്, 5 സഭയുടെ ഒരു ചരിത്രരേഖ എന്നുള്ള നിലയിൽ ആദിമ സഭയുടെ ശുശ്രൂഷ രീതികളും നേതൃത്വ സംവിധാനവും മനസ്സിലാക്കുവാൻ, 6 ഒരു ഇടയൻ സഭയിലെ യുവാക്കൾ, സ്ത്രീകൾ, വിധവമാർ, വയോധികർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരോട് എങ്ങനെ പെരുമാറണം എന്ന് അറിയുക. 7 ഇടയ ശുശ്രൂഷയുടെ ദൈവശാസ്ത്രം മനസ്സിലാക്കുവാൻ. 8 ശുശ്രൂഷയുടെ പ്രായോഗിക ഉപദേശങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ലേഖനം പഠിക്കുന്നത്. അപ്പോൾ ഇൻട്രഡക്ഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലാക്കാനുണ്ട്. ഇൻട്രഡക്ടറി പാർട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സിന്റെ ബ്രേക്ക് എടുക്കാം, അല്ലെ? 5 മിനിറ്റ് കഴിഞ്ഞിട്ട്
സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നടക്കുന്നത് കൊണ്ട് കഴിവതും ക്ലാസ്സുകൾ മുടങ്ങാതെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ചാപ്പൽ സർവീസിന്റെ ലിസ്റ്റും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും പിന്നെ അതിനകത്ത് കഴിവ് അസൗകര്യം ഉണ്ടെങ്കിൽ കഴിവ് നേരത്തെ പറയുകയും ചെയ്യണം. എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും റിവൈസ് ചെയ്ത് ഇടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെങ്കിൽ അവസാനം ഈ കിട്ടുന്ന ആളിന് അതൊരു പ്രയാസമായിട്ടൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ അഡ്മിൻസ് ഇടുന്ന, നമ്മുടെ സാർമാർ ഇടുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കഴിവതും ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമ്മൾ കഴിവതും റെഗുലറായിട്ട് കയറുവാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം. അപ്പൊ ഇന്ന് ഇത്രയും പേരുള്ളത് വളരെ സന്തോഷമുണ്ട്. അടുത്ത പ്രാവശ്യവും ഇത്രയും പേരൊക്കെ തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്കൊരു ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. വേറെ 2 പേരുണ്ട് സാറേ ഗ്രൂപ്പിൽ. ഇന്ന് കേറിയിട്ടില്ല. ആരൊക്കെയാണ് കേറിയിട്ടുണ്ടോ? കേറിയായിരുന്നു, അദ്ദേഹം ഇറങ്ങിയെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റർ ബിജു ജോർജ് എന്ന് പറയുന്ന ആള്, പിന്നെ ഒരു പാസ്റ്റർ പ്രേംകുമാർ എന്ന് പറയുന്ന 2 പേരും ഇവിടെ ഉണ്ട്, പുതിയ സ്റ്റുഡൻസ്. പ്രേംകുമാറിനെ ഞാൻ കണ്ടില്ല. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. ഇടയലേഖനങ്ങൾ പൊതുവെ പൗലോസിന്റെ ലേഖനങ്ങളായിട്ടാണ് സഭ വിശ്വസിക്കുന്നത്. ഇടയലേഖനങ്ങൾ പൊതുവെ പൗലോസിന്റെ ലേഖനങ്ങളായിട്ടാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഈ ലേഖനങ്ങളുടെ ഗ്രന്ഥകർത്തൃത്വം, ഇതെഴുതിയ വ്യക്തിയെക്കുറിച്ച് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ആരാണ് ഇത് എഴുതിയത് എന്നുള്ളതിനെ കുറിച്ച് വേദവിമർശകര് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയിട്ടുള്ള ലേഖനങ്ങളാണ് ഇടയലേഖനം. ഇപ്പോ എബ്രായ ലേഖനത്തെ കുറിച്ചൊരു തർക്കമുണ്ടെങ്കിൽ അത് സഭയെ അധികം ബാധിക്കുന്നില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പം ഏതെങ്കിലും മറ്റ് ഒരു ലേഖനത്തെ കുറിച്ച് അല്പം തർക്കമുണ്ടെങ്കിൽ കേൾക്കാമോ? കേൾക്കാം സാറേ. ആഗോള സഭയെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇടയലേഖനങ്ങളുടെ ഗ്രന്ഥകർത്തൃത്വം നിഷേധിക്കപ്പെട്ട പൗലോസിന്റെ ഗ്രന്ഥകർത്തൃത്വം നിഷേധിക്കപ്പെടുന്നത് വളരെ ഗുരുതരമായ ഒരു വസ്തുതയായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ആക്രമണം വന്നിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനെ കുറിച്ചാണ്, ഗ്രന്ഥകർത്തൃത്വത്തെ കുറിച്ചാണ്. എന്നാൽ പൗലോസ് എഴുതി എന്നുള്ള വ്യക്തമായ സാക്ഷ്യപ്പെടുത്തലോടുകൂടിയാണ് ഈ ലേഖനങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ 19ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ലിബറൽ സ്കോളേഴ്സ്, ലിബറൽ പണ്ഡിതന്മാർ ഈ ഓരോ പുസ്തകങ്ങളെയും കീറി മുറിച്ച് പഠിക്കുന്ന, പ്രത്യേകിച്ചും പാഠനിരൂപണമൊക്കെ ചെയ്യുന്ന ആളുകൾ, നിരൂപണ ബുദ്ധിയോടുകൂടി ഈ പുസ്തകങ്ങളെ സമീപിച്ച 19ാം നൂറ്റാണ്ടിന്റെ ആരംഭഘട്ടത്തിലുണ്ടായിരുന്ന വേദപണ്ഡിതന്മാർ ഇടയലേഖനങ്ങളുടെ
എഴുത്തുകാരൻ പൗലോസ് അല്ല എന്നും പൗലോസിന്റെ ശിഷ്യനായ അല്ലെങ്കിൽ അനുഗാമിയായ ഒരാൾ കുറെ കാലങ്ങൾക്ക് ശേഷം 2-ാം നൂറ്റാണ്ടിലോ മറ്റോ എഴുതിയതാകാനാണ് സാധ്യതയെന്നും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ 19-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ടാകുന്നത്. ഇത് പൗലോസ് എഴുതിയതല്ലെന്നും പൗലോസിന്റെ പേരിൽ പൗലോസിന്റെ അനുഗാമിയായ ശിഷ്യനായ മറ്റൊരാൾ 2-ാം നൂറ്റാണ്ടിൽ ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം ഈ പുസ്തകം എഴുതുവാനാണ് സാധ്യത എന്നാണ് അവര് പറയുന്നത്. പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രമുഖനായ ഒരു ദൈവശാസ്ത്ര ചിന്തകനാണ് ഷെയർമാക്കർ. ഷെയർമാക്കർ എന്ന് പറയുന്ന സ്കെയർമാക്കർ എന്ന് പറയുന്ന പണ്ഡിതൻ തിമോത്തിയോസിന്റെ ഒന്നാം ലേഖനം പൗലോസിന്റേതല്ല എന്നാണ് വിശ്വസിച്ചിരുന്നത്. എഫ്.സി. ബൗർ ബൗർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ 3 ലേഖനങ്ങളും പൗലോസിന്റേതല്ല എന്ന് വാദിച്ചു. സാറേ ഇപ്പം പറഞ്ഞ പണ്ഡിതന്റെ പേരൊന്നുകൂടെ പറയുമോ? എഫ്.സി. എൻഷ്യലാണ്. എഫ്.സി. ബൗർ ബൗർ. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഈ ലേഖനത്തിന്റെ എഴുത്തുകാരന്റെ വിശ്വാസീയത ചോദ്യം ചെയ്യപ്പെട്ടു. ലിബറൽ ചിന്തകന്മാരായ ദൈവശാസ്ത്ര പണ്ഡിതന്മാരാണ് മറ്റു ഗ്രന്ഥങ്ങളെ പോലെ തന്നെ ഈ ഗ്രന്ഥത്തെയും പരിശോധിച്ചതിന് ശേഷം അവർ പറഞ്ഞു ഇത് പൗലോസ് എഴുതിയതല്ല. പൗലോസിന് ശേഷം പൗലോസിന്റെ പേരിൽ പൗലോസിന്റെ ഒരു ശിഷ്യനും അനുഗാമിയുമായ മറ്റൊരാൾ കുറെ കാലത്തിന് ശേഷം 2-ാം നൂറ്റാണ്ടിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടതെന്ന് അവര് വാദിച്ചു. 19-ാം നൂറ്റാണ്ടിലെ പ്രമുഖനായ ദൈവശാസ്ത്രജ്ഞനായ ഷ്ലയർമാക്കർ എന്ന് പറയുന്ന അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറയാം സാറേ? സ്പെല്ലിംഗ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ പറയാം. എഫ് ഇനിഷ്യലാണ്. SCHL EIER സ്ലയർ. SCHLEIER. മാക്കർ MACHER. മാക്കർ. സ്ലയർ മാക്കർ, ഷൂ മാക്കർ, ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിക്കാറുണ്ട്. ഷൂ മാക്കർ, സ്ലയർ മാക്കർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് നമുക്ക് ഈ ജർമ്മൻ പണ്ഡിതനായതുകൊണ്ട് ഈ ജർമ്മൻ അത് നമുക്ക് ഉച്ചരിക്കാൻ അല്പം ബുദ്ധിമുട്ട് വരും. SCHLEIER സ്ലയർ മാക്കർ. അപ്പൊ സ്ലയർ മാക്കർ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം പൗലോസിന്റേതല്ലെന്ന് പറഞ്ഞു. F.C. ബൗർ എന്ന് പറയുന്ന ആള് 3 ലേഖനങ്ങളും പൗലോസിന്റേതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഗ്രന്ഥകർത്തൃത്വത്തെ നിഷേധിക്കുന്ന ആശയങ്ങൾ ഈ ക്രിട്ടിക്കൽ സ്കോളേഴ്സ് ആ കാലഘട്ടത്തിൽ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനപരമായിട്ട് അതിന് ചില കാരണങ്ങളും വെറുതെ അങ്ങ് പറയുന്നതല്ല. പുസ്തകത്തിന്റെ പഠനത്തിൽ നിന്ന് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാരണങ്ങൾ അവർ കണ്ടുപിടിച്ചു. ഒന്നാമതായിട്ട് ഹിസ്റ്റോറിക്കൽ ഡിഫറൻസസ്. ഒന്നാമത്തെ കാര്യം ഹിസ്റ്റോറിക്കൽ ഡിഫറൻസസ്. ചരിത്രപരമായ ചില വസ്തുതകൾ പൗലോസിന്റെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഡിഫറൻസ് കാണുന്നുണ്ട്, വ്യത്യാസം കാണുന്നുണ്ട്. അപ്പൊ ഹിസ്റ്റോറിക്കൽ ഡിഫറൻസസ് അതിനകത്ത് നമുക്ക്
കാണുവാൻ കഴിയുന്നു. കാലം സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന് അവർ പറയുന്ന കാര്യം പൗലോസ് റോമിൽ ഒരു പ്രാവശ്യം മാത്രമേ തടവുകാരനായിരുന്നിട്ടുള്ളൂ എന്നാണ്. ഒരു പ്രാവശ്യം മാത്രമേ പൗലോസ് തടവിലായിരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇടയലേഖനങ്ങളിൽ കാണുന്ന കാരാഗ്രഹ അനുഭവങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ചരിത്രവുമായി പൗലോസിന്റെ ജീവിതവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവരുടെ വീക്ഷണത്തിൽ പൗലോസ് ഒരു പ്രാവശ്യം മാത്രമാണ് റോമിൽ തടവുകാരനായത്. അത് അപ്പോസ്തല പ്രവൃത്തികളും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ലേഖനങ്ങളിൽ കാണുന്ന ചരിത്രപരമായ വസ്തുതകൾ പൗലോസിന്റെ ജീവിതവുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് അവര് പറഞ്ഞു. അപ്പൊ ഹിസ്റ്റോറിക്കലി അങ്ങനെയുള്ള ചില സൂചനകളുടെ വെളിച്ചത്തിൽ ചരിത്രപരമായ ചില വ്യത്യാസങ്ങൾ ഇവര് വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ളത് ഭാഷാപരമായ വ്യത്യാസം. ഭാഷാപരമായ വ്യത്യാസം, ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ്. ഒന്ന് ഹിസ്റ്റോറിക്കൽ ഡിഫറൻസ് അല്ലെങ്കിൽ ചരിത്രപരമായ വ്യത്യാസം. രണ്ട് ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ് അല്ലെങ്കിൽ ഭാഷാപരമായ വ്യത്യാസം. ഇടയലേഖനങ്ങൾ വായിച്ചു നോക്കിയാൽ പൗലോസിന്റെ മറ്റു ലേഖനങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത അനേകം പുതിയ പദങ്ങൾ, ശൈലികൾ, ഭാഷാരീതികൾ ഇവയിൽ കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ പൗലോസ് ഉപയോഗിച്ചിട്ടില്ലാത്ത, അതായത് മറ്റു ലേഖനങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത 175 വാക്കുകൾ ഇടയലേഖനങ്ങളിലുണ്ട്. നൂറ്റി 175 വാക്കുകൾ പുതിയ നിയമത്തിൽ എങ്ങും ഉപയോഗിച്ചിട്ടുള്ളതല്ല. 175 വാക്കുകൾ പുതിയ നിയമത്തിൽ എങ്ങും ഉപയോഗിച്ചിട്ടില്ല. 130 വാക്കുകൾ പൗലോസ് മറ്റു ലേഖനങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ആശയം കൊണ്ടുവന്നിരിക്കുന്നത് P.N. ഹാരിസൺ എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്. P.N. ഹാരിസൺ. അപ്പൊ അദ്ദേഹത്തിന് മറുപടിയായി ഡൊണാൾഡ് ഗത്രി, അത് നമുക്ക് നമ്മുടെ ലൈബ്രറികളിലൊക്കെ അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഡൊണാൾഡ് ഗത്രി ന്യൂ ടെസ്റ്റ്മെന്റ് തിയോളജി ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് പൗലോസിന്റെ ലേഖനങ്ങളിൽ ലഭ്യമാകുന്ന അങ്ങനെയുള്ള ചുരുക്കം ചില വിവരണങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം നമുക്ക് അവയെ പരിഗണിക്കുവാനായിട്ട് കഴിയത്തില്ല. വിഷയത്തിന്റെ വൈവിധ്യം, സാഹചര്യം, അതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പുതിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ എന്നാണ് അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറയുന്നത്. അപ്പൊ ഭാഷാപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ മറ്റു ലേഖനങ്ങളിൽ നിന്നും കാണുന്നത് കൊണ്ടാണ് അവര് പൗലോസിൻ്റെതല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയത്. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം സഭാശാസ്ത്രപരമായ വ്യത്യാസമാണ്. സഭാശാസ്ത്രപരമായ, പ്രത്യേകിച്ചും സഭാഭരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ സഭകൾ തോറും മൂപ്പന്മാരെ ആക്കി വെച്ചു, സഭകൾ തോറും മൂപ്പന്മാരെ ആക്കി വെച്ചു എന്ന് നമുക്ക് കാണാം.
എന്നാൽ ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, ഫിലിപ്പിയ സഭയെ സംബോധന ചെയ്യുമ്പോൾ അവിടെ അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ശുശ്രൂഷകൻ എന്ന് പറയുന്നത് ഡീക്കനാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ ഈ ഗ്രന്ഥകർത്തൃത്വം നിഷേധിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് ഈ ഇടയലേഖനങ്ങളിലെ സഭാഭരണക്രമം എന്ന് പറയുന്നത് അധ്യക്ഷൻ, മൂപ്പൻ, ഡീക്കൻ. അതായത് ഈ അധ്യക്ഷൻ എന്ന് പറയുന്ന ആള് സഭയുടെ പാസ്റ്ററാണ്, മൂപ്പൻ എന്ന് പറയുന്ന ആളും സഭയുടെ പാസ്റ്ററാണ്. ഇത് ആദ്യ നൂറ്റാണ്ടിൽ ഇത് രണ്ടും ഇന്റർചേഞ്ചബിൾ ആയിരുന്നു. അതായത് ഒറ്റ ആളിനെ കുറിച്ച് മാത്രം പറയുന്ന രണ്ട് വാക്കുകളായിരുന്നു. എന്നാൽ സഭയുടെ ഘടന കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി, പ്രസ്പെറ്ററോസ് അല്ലെങ്കിൽ ബിഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു പദവി പല സഭകളുടെ ഉത്തരവാദിത്വമുള്ള അധ്യക്ഷന്റെ പേരായിട്ട് വന്നു. അതായത് ഒരു അധ്യക്ഷന്റെ മേൽനോട്ടത്തിൽ പല സഭകളുണ്ടാവും. ആ പല സഭകളിലെ ശുശ്രൂഷകനെ അല്ലെങ്കിൽ നേതാവിനെ വിളിക്കുന്ന പേരാണ് ഇടയൻ അല്ലെങ്കിൽ മൂപ്പൻ, എൽഡർ. അപ്പോൾ സഭകൾ തോറും മൂപ്പന്മാരെ നിയമിക്കുന്നു എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരാണല്ലോ, അല്ലെങ്കിൽ അപ്പോസ്തലൻ നിയോഗിക്കുന്ന അപ്പോസ്തലിക തുല്യമായിട്ടുള്ള ശുശ്രൂഷയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒന്നാമത്തെ മൂപ്പന്മാരെ നിയമിക്കുക എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, അതായത് മൂപ്പനും ശുശ്രൂഷകനും. അപ്പൊ മൂപ്പനും ശുശ്രൂഷകനും എന്നുള്ള സഭാഘടനയിൽ നിന്നും 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും അധ്യക്ഷൻ, മൂപ്പൻ, ഡീക്കൻ 3 ടയറായി. ആ അധികാര ശ്രേണിയിൽ 3 പദവികളും: ബിഷോപ്പ്, പ്രീസ്റ്റ്, ഡീക്കൻ. അല്ലെങ്കിൽ സഭയുടെ അധ്യക്ഷൻ, പാസ്റ്റർ, ഡീക്കൻ. അപ്പൊ അങ്ങനെയുള്ള 3 സിസ്റ്റത്തിലേക്ക് വന്നു. ഇപ്പൊ 2-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള രചനകളൊക്കെ, സഭാപിതാക്കന്മാരുടെ രചനകളൊക്കെ നാം വായിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് കാണുവാൻ കഴിയും. ഒരു ബിഷോപ്പിന്റെ അണ്ടറിൽ ധാരാളം സഭകളുണ്ട്. ഓരോ സഭയിലും സഭയുടെ ഇടയനും ഡീക്കനും ഉണ്ട്. അപ്പൊ 3 തരത്തിലുള്ള പദവികൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ലേഖനത്തിൽ അങ്ങനെയുള്ള ഒരു പദവിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ആ കാര്യം 2-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഡെവലപ്മെന്റ്, 2-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള സഭാഭരണ സംവിധാനമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു 3 ടയർ ശുശ്രൂഷ പദവികൾ ഉണ്ടായിരുന്നില്ല, ത്രിവിധമായ ശുശ്രൂഷ പദവികൾ ഉണ്ടായിരുന്നില്ല. 1-ാം നൂറ്റാണ്ടിൽ 2 സ്ഥാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേതൊക്കെയാണ്? ഇടയനും ശുശ്രൂഷകനുമാണ്. എന്നാൽ 2-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാനവും മൂപ്പൻ എന്ന് പറയുന്ന സ്ഥാനവും 2ആയിട്ട് വരികയും പിന്നീട് ശുശ്രൂഷകനുമുള്ള സ്ഥാനമായിട്ട് വരികയും ചെയ്തു. അതുകൊണ്ട് ഇത് 2-ാം നൂറ്റാണ്ടിലെ സഭാഭരണ രീതിയാണ് ഇടയലേഖനങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് ഇത് 2-ാം നൂറ്റാണ്ടിൽ ആരോ എഴുതിയ ലേഖനമായിരിക്കണം എന്നാണ് അവര് പറയുവാനുള്ള കാരണം. ഇനിയും മറ്റൊരു പ്രത്യേകത, 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു ദുരുപദേശമാണ് മാർസിയോണിസം. അത് നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ദുരുപദേശമാണ് മാർസിയോണിസം. 1-ാം നൂറ്റാണ്ടിൽ മറ്റു ചില ദുരുപദേശങ്ങൾ ഉണ്ടായിരുന്നു. ജൂവിഷ് ക്രിസ്ത്യൻ ഹെറസി, നോസ്റ്റിസിസം, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ദുരുപദേശങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് പഠിക്കും. അപ്പം പറയുന്ന ദുരുപദേശം 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ്. അപ്പൊ 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ദുരുപദേശത്തെ എതിർക്കുന്ന ചില വാദഗതികൾ ഈ ലേഖനത്തിലുണ്ട്, ഇടയലേഖനങ്ങളിലുണ്ട്. ദുരുപദേശത്തിന്റെ പേരെന്ന് പറയോ? മാർസിയോണിസം. എന്നാണ് വേണമെങ്കിലും എഴുതാം. മാർസിയോണിസം. MARCIO NISM.
CIONISM, മാർസിയോണിസം. മാർസിയോണിസത്തെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. മാർസിയോണിസം പറയുന്നത് യേശുക്രിസ്തുവിൽ രണ്ട് സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ള വാദമാണ്. ഡുവലിസം എന്നാണ് അതിനെ പറയുന്നത്. മാർസിയോണിസത്തെ പറയുന്ന മറ്റൊരു പേരാണ് ഡുവലിസം. ഡുവലിസം എന്ന് പറയുന്നത് യേശുക്രിസ്തു രണ്ട് വ്യക്തിത്വമുള്ള ആളായിരുന്നു. സാറേ അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. ഡുവലിസം, ദ്വൈതവാദം. മാർസിയോണിസം പറയുന്നത് ദ്വൈതവാദമാണ്. ദ്വൈതവാദം എന്ന് പറഞ്ഞാൽ ഡുവലിസം, DUALIS, ഡുവലിസം അല്ല രണ്ടാണ് എന്ന് പറയുന്ന രീതിയാണ്. ഉദാഹരണം പറഞ്ഞാൽ യേശു ജനിച്ചപ്പോൾ മനുഷ്യനായിരുന്നു. യേശു സ്നാനമേറ്റപ്പോൾ ദൈവത്വം വന്നു. യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ദൈവത്വം നഷ്ടപ്പെട്ടു. അപ്പൊ ഇരു വ്യക്തിത്വവാദം എന്ന് വേണമെങ്കിൽ പറയും. ഇരുവ്യക്തിത്വവാദം, അതായത് സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമായിരുന്നു എന്നുള്ള വാദത്തെ, ആ വിശ്വാസത്തെ നിഷേധിക്കുന്നവരായിരുന്നു മാർസിയോ. യേശു ജനിച്ചപ്പോ മനുഷ്യനായി. ഞാൻ ഉദാഹരണം പറഞ്ഞു, അങ്ങനെ വാദിക്കുന്നുണ്ട്. ഇതേ വാദം തന്നെയുള്ള മറ്റു പല ദുരുപദേശങ്ങളുമുണ്ട്. യേശു ഒരു മനുഷ്യനായിട്ട് ജനിച്ചു. യേശുവിന്റെ സ്നാന സമയത്താണ് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുകയും പരിശുദ്ധാത്മാവ് വരികയും ദൈവത്വം തനിക്കുണ്ടാവുകയും ചെയ്യുന്നു. കുരിശിൽ മരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. അപ്പോൾ ആ സമയത്ത് ദൈവത്വം നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിൽ സമ്പൂർണത ഉണ്ടായിരുന്നില്ല, രണ്ട് വ്യക്തിത്വമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്ന ഡുവലിസം, ദ്വൈതവാദം. അപ്പൊ അതായിരുന്നു മാർസിയോൺ പഠിപ്പിച്ചതിന്റെ ഒരു ദൈവശാസ്ത്ര ദുരുപദേശം അതായിരുന്നു. അപ്പോൾ അത് 2-ാം നൂറ്റാണ്ടിലാണ് ഈ മാർസിയോണിസം വരുന്നത്. സിബിലിയനിസം ഏകദേശം ഇതുപോലെയുള്ളതാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ദുരുപദേശങ്ങളെ കുറിച്ച് നമ്മൾ ഇതിനകത്തുള്ള ദുരുപദേശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ട് പറയാം. അപ്പൊ ഇതുപോലെയുള്ള 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ദുരുപദേശങ്ങളുടെ മറുപടി പോലെ ഉള്ള വാദങ്ങൾ നമുക്ക് ഇടയലേഖനങ്ങളിൽ കാണാം എന്നാണ് ഈ ജർമ്മൻ വിമർശകരായ സ്കോളേഴ്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തിയോളജിക്കൽ ഡിഫറൻസ് നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പൊ തിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്, എക്ലീസിയാസ്റ്റിക്കൽ ഡിഫറൻസ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് പൗലോസ് അല്ല ഈ ലേഖനം എഴുതിയതെന്ന് അവർ പറയുന്നത്. ഇപ്പൊ ചരിത്രപരമായ വ്യത്യാസം, അതാണ് ഹിസ്റ്റോറിക്കൽ ഡിഫറൻസ്. ഭാഷാപരമായ വ്യത്യാസം, അതാണ് ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ്. പിന്നീട് എക്ലീസിയാസ്റ്റിക്കൽ ഡിഫറൻസ്, സഭാശാസ്ത്രപരമായ സഭാഭരണ സംബന്ധമായ വ്യത്യാസം. അതുപോലെ തന്നെ തിയോളജിക്കൽ ഡിഫറൻസ്, ദുരുപദേശങ്ങളെ എതിർക്കുന്നത്. ചില ദുരുപദേശങ്ങൾ 2-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായി വന്നത്. അപ്പോൾ 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു ദുരുപദേശത്തെ 1-ാം നൂറ്റാണ്ടിൽ എതിർക്കാൻ ഒക്കത്തില്ല.
അപ്പം അതുകൊണ്ട് ഇത് 2-ാം നൂറ്റാണ്ടിലാണ് എഴുതിയതെന്ന് വാദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ക്രിട്ടിക്കൽ സ്റ്റഡിയാണ്. ഇത് വിമർശനാത്മകമായിട്ട് ജർമ്മൻ പണ്ഡിതന്മാര് ആ കാലഘട്ടം 19-ാം നൂറ്റാണ്ടിൽ ഉയർത്തിയ ഗ്രന്ഥകാരൻ പൗലോസ് അല്ല എന്ന് വാദിക്കുന്നതിന് വേണ്ടി ഉയർത്തിയ വാദഗതികളാണ് നമുക്ക് കാണും. അപ്പം ഇടയലേഖനങ്ങളിൽ കാണുന്ന സഭാഭരണ സംവിധാനം ഒരു ബിഷപ്പ് പല പ്രസ്ബിറ്റർമാരെ അല്ലെങ്കിൽ പല പാസ്റ്റർമാരെ ഭരിക്കുന്ന രീതിയാണ്. ഈ രീതി പൗലോസിന്റെ കാലത്തിന് ശേഷമാണ് ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. പൗലോസിന്റെ കാലഘട്ടത്തിൽ ഒരു ഇടയനും ഡീക്കനും മാത്രമേ ഉള്ളൂ. എന്നാൽ 2-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ബിഷപ്പ് അല്ലെങ്കിൽ അധ്യക്ഷനുണ്ട്, പ്രസ്ബിറ്റർ അല്ലെങ്കിൽ പാസ്റ്റർ ഉണ്ട്, പിന്നീട് ഡീക്കനും. അപ്പം ആ ഒരു ഭരണ സംവിധാനം 2-ാം നൂറ്റാണ്ടിലാണ്. അപ്പം പൗലോസിന്റെ ലേഖനത്തിൽ ഈ 3 രീതി കാണുന്നത് കൊണ്ട് ഇത് 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ എഴുതപ്പെട്ടതാണ് എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ മറ്റ് തിരുവഴുത്തുകളെ പോലെ തന്നെ ആദിമസഭയുടെ സാക്ഷ്യം, ആദിമസഭ ഈ ലേഖനങ്ങൾ പൗലോസ് എഴുതി എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ആദിമസഭ ഈ ലേഖനങ്ങളെ പൗലോസ് എഴുതി എന്ന് തന്നെ വിശ്വസിച്ചു. കാരണം ഒന്നാമത് റിസീവ് ചെയ്ത അവരാണ്, ഇതിന്റെ അനുവാചകരവരാണ്, ഇതിന്റെ വായനക്കാരവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒന്നാമത്തെ അനുവാചകർ ഈ ലേഖനങ്ങളെ പൗലോസിന്റെ ലേഖനങ്ങളായിട്ട് തന്നെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 2-ാം നൂറ്റാണ്ടില് ഒക്കെ ഉണ്ടായിരുന്ന സഭാപിതാക്കന്മാരായ ഇക്താത്യോസ് എന്ന് പറയുന്ന ഇഗ്നേഷ്യസ്, പോളികാർപ്പ്, ഇവരൊക്കെ അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരായിട്ടുള്ള ഇഗ്നേഷ്യസ്, പോളികാർപ്പ്, റോമിലെ ക്ലമന്തിനെ കുറിച്ച് പുതിയ നിയമത്തിൽ സൂചനയുണ്ട്. അപ്പം ഇഗ്നേഷ്യസ്, പോളികാർപ്പ്, റോമിലെ ക്ലമന്ത്, ഇങ്ങനെ 2-ാം നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാരെല്ലാം ഈ ലേഖനങ്ങളിൽ നിന്ന് അവരുടെ എഴുത്തുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, കൊട്ടേഷൻസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കൊട്ടേഷൻസ് എടുത്തപ്പോൾ അവരിത് പൗലോസിൻ്റെതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ 2-ാം നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ ഇടയലേഖനങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ പൗലോസിൻ്റെതായിട്ട് ചേർത്തിരിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ആദിമസഭ പൗലോസിൻ്റെതായിട്ട് ഇതിനെ സ്വീകരിച്ചു. രണ്ടാമത്തെ മറുപടി എന്ന് പറയുന്നത് 2-ാം നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാർ ഈ ലേഖനങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയും ആ ഉദ്ധരണികൾ പൗലോസിൻ്റെതായി രേഖപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ 2-ാം നൂറ്റാണ്ടിൽ എഴുതിയപ്പെട്ട മൊററ്റോറിയൻ കാനോൻ, നേരത്തെ ഞാൻ പറഞ്ഞതായിരുന്നു, അത് AD 170 ആ കാനോൻ ഉണ്ടാകുന്നത്. ആ കാനോൻ ഈ പുസ്തകങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊററ്റോറിയൻ കാനോനിൽ 170 കാനോൻ, യഥാർത്ഥത്തിൽ ബൈബിളിന്റെ 27 പുസ്തകങ്ങളുടെ കാനോൻ ഉണ്ടാകുന്നത് എന്നാണ് 391 ശേഷമാണ്. 325 AD 325 നിക്യാ സിനഗോസിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ നിക്യാ സിനഗോസിൽ വെച്ചാണ്, 2-ാം നിക്യാ സിനഗോസിൽ വെച്ചാണ്. അപ്പോൾ അതിനൊക്കെ മുമ്പ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, AD 170 മൊററ്റോറിയൻ കാനോൻ, ഈ മൊററ്റോറിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് പിൽക്കാലങ്ങളിൽ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ആ ലിസ്റ്റിന് മൊററ്റോറിയൻ കാനോൻ എന്നുള്ള പേര് കൊടുത്തത്. അപ്പോൾ 170 ലിസ്റ്റിൽ ഈ പുസ്തകങ്ങൾ പൗലോസിൻ്റെതായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ 3-ാം നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാരായിരുന്ന ഒറിഗൺ, അലക്സാണ്ട്രിയയിലെ ക്ലമന്ത്, തെർത്തുല്യൻ, 2-ാം നൂറ്റാണ്ടിന്റെ അവസാനം 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നാണെന്ന് നേരത്തെ പറഞ്ഞ തെർത്തുല്യൻ എന്നിവർ ഈ ലേഖന ഭാഗങ്ങൾ പൗലോസിൻ്റെതായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്.
ഇനി 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യൂസേബിയസ്, സഭാചരിത്രത്തിന്റെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്ന സഭാചരിത്രകാരനായ യൂസേബിയസ് തന്റെ സഭാചരിത്രത്തിൽ ഈ ലേഖനങ്ങൾ പൗലോസിൻ്റെതായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ലേഖനത്തിൽ തന്നെ അതിന്റെ ആ പ്രാരംഭ വാചകങ്ങളിൽ, വന്ദന വാചകങ്ങളിൽ ഈ ലേഖനങ്ങൾ പൗലോസിൻ്റെതാണെന്ന് ഈ ഗ്രന്ഥം തന്നെ സാക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നിരൂപകന്മാരും വിമർശകരുമായ ആളുകൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്ന് തെളിയിക്കപ്പെടുകയാണ്. അപ്പം ഈ മാർസിയോന്റെ വാദം അതിനകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതുപോലെ പൗലോസ് 2 പ്രാവശ്യം റോമിൽ തടവുകാരനായിരുന്നോ എന്നുള്ളത് ഹിസ്റ്റോറിക്കലി നമുക്ക് തെളിയിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. മാർസിയോണിസത്തെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മാർസിയോണിസത്തിന് വഴി തെളിച്ചിരുന്ന ഗ്രീക്ക് ചിന്താഗതിക്കാരായ ചില ആളുകളുടെ ഫിലോസഫിക്കൽ തോട്ട് അത് ആ കാലഘട്ടത്തിൽ സഭയെ സ്വാധീനിച്ചിരുന്നു. അപ്പൊ പൗലോസ് മറുപടി പറയുന്നത് മാർസിയോണിസത്തിന് വേണ്ടിയല്ല, മാർസിയോണിസത്തിലേക്ക് ഡെവലപ്പ് ചെയ്തു വന്ന ചില ദുരുപദേശങ്ങൾ ഉണ്ടായിരുന്നു. അവയെയാണ് പൗലോസ് എതിർക്കുന്നത്. അത് നമുക്ക് ഈ ലേഖനം പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ മറ്റു ഉപദേശങ്ങളെ കുറിച്ചും കൂടെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം വേദപുസ്തകത്തെ നിഷേധിക്കുന്നവരും വേദപുസ്തകം ദൈവശാസ്ത്രീയമല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരുമായ നിരൂപകന്മാരാണ് യഥാർത്ഥത്തിൽ ഇത് പൗലോസിൻ്റെതല്ല എന്ന് വാദിക്കുന്നത്. ഇത് പൗലോസിൻ്റെതല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആധികാരികത നഷ്ടപ്പെടുന്നു. അപ്പൊ ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രബോധനമല്ല, ഇത് മറ്റാരോ വ്യാജമായിട്ട് എഴുതിയതാണ് എന്ന് പറയുമ്പോൾ സഭയുടെ എല്ലാ അടിസ്ഥാനങ്ങളും തകർന്നു പോവുകയാണ്. അപ്പൊ അവരുടെ ലക്ഷ്യവും തന്നെയായിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല. കാരണം ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് ധാരാളമാണ്, എക്സ്റ്റേണൽ ഇന്റേണൽ എവിഡൻസസ് ധാരാളമാണ്. പൗലോസിൻ്റെതായിട്ട് സ്വീകരിച്ചിട്ടുള്ള 2-ാം നൂറ്റാണ്ടിലെയും 3-ാം നൂറ്റാണ്ടിലെയും 4-ാം നൂറ്റാണ്ടിലെയും സഭാപിതാക്കന്മാർ, ആദിമ സഭ, ഈ പുസ്തകത്തിന്റെ സാക്ഷ്യം, ഹിസ്റ്റോറിക്കൽ എവിഡൻസസ്, ഇതെല്ലാം പൗലോസിന്റെ ഈ രചനകളെ രചന പൗലോസിന്റെ തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇതിന്റെ ഗ്രന്ഥകാരൻ പൗലോസ് അല്ല എന്നുള്ളതിന് സഭാമണ്ഡലത്തിൽ 19-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്നിട്ടുള്ള ശക്തമായ വാദഗതികൾ ഉണ്ട്. എന്നാൽ അവയ്ക്കൊക്കെ മറുപടി പറയുവാൻ പുതിയ നിയമ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിന്റെ പഠനത്തിന്റെ വെളിച്ചത്തിൽ ഇത് പൗലോസിന്റെ രചനകളാണ്, പൗലോസിന്റെ ഹൃദയം തന്നെയാണ് അതിനകത്ത് പകർന്നിരിക്കുന്നതെന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഡിഫറൻസസിന്റെ ഒന്നും വാദങ്ങൾ നിലനിൽക്കുന്നതല്ല. ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ളതാണെങ്കിലും എക്ലിസിയാസ്റ്റിക്കൽ ആണെങ്കിലും ഹിസ്റ്റോറിക്കൽ ആണെങ്കിലും തിയോളജിക്കൽ ആണെങ്കിലും ഇതൊന്നും നിലനിൽക്കുന്ന വാദങ്ങളല്ല. അവയ്ക്കെല്ലാം മറുപടി പറയുവാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള തെളിവുകൾ നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ലേഖനങ്ങൾ പൗലോസിന്റെ ആധികാരിക രചനകളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ തന്നെയാണ് ആദിമസഭയും സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് ആരംഭകാലം മുതലുള്ള കാനോനിലെല്ലാം ഇവ പൗലോസിൻ്റെതായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തി വന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മറ്റ് ലേഖനങ്ങളെ നിഷേധിച്ചിട്ടുള്ള ചില ആളുകളുണ്ട്, മറ്റ് ലേഖനങ്ങളെ നിഷേധിച്ചിട്ടുള്ള ചില ആളുകളുണ്ട്. ഇപ്പം അങ്ങനെയുള്ള ആളുകളുടെ ലിസ്റ്റിനകത്ത് ആ പേര് കാണത്തില്ല. എന്നാൽ ഒന്നാമത്തെ ആഗോള സുന്നഹദോസ്, ആഗോള കൗൺസിൽ, അത്താനോസിന്റെ നേതൃത്വത്തിൽ നടന്ന സുന്നഹദോസിലാണ് 27 ഗ്രന്ഥങ്ങളുടെ ആധികാരിക ഗ്രന്ഥം എന്നുള്ള പേരിൽ അത്താനാസിയോസ് ഈ സുന്നഹദോസിൽ ഈ ലിസ്റ്റ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ ലിസ്റ്റ് അവതരിപ്പിച്ചെങ്കിലും അന്ന് അതെല്ലാം ക്രോഡീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പിന്നീട് 1-2 കൗൺസിലുകൾക്ക് ശേഷം, കൊച്ചു കൊച്ചു കൗൺസിൽ, അലക്സാണ്ട്രിയയിലൊക്കെ നടന്ന കൊച്ചു കൊച്ചു കൗൺസിലുകൾക്ക് ശേഷം കോൺസ്റ്റാന്റിനോപ്പിളിൽ നടക്കുന്ന 391 കൗൺസിലിൽ വെച്ചാണ് ഈ പുസ്തകത്തെ പുതിയ നിയമ ഗ്രന്ഥങ്ങൾ അവസാനമായി ആധികാരികമായി 27 ഗ്രന്ഥങ്ങളും സ്വീകരിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ സഭയുടെ പാരമ്പര്യം, സഭയുടെ ചരിത്രം, ദൈവശാസ്ത്രം എല്ലാം അംഗീകരിക്കുന്നതായിരുന്നു പൗലോസിന്റെ ഗ്രന്ഥകർത്തൃത്വം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഗ്രന്ഥകർത്തൃത്വമാണ് ഇടയലേഖനങ്ങൾക്കുള്ളത്. എന്നാൽ ഏറ്റവും ആധികാരികമായി നമുക്ക് പറയുവാൻ കഴിയുന്നതുമാണ് പൗലോസിന്റെ രചനകളാണ് എന്നുള്ളത്. ഒരു കാര്യം കൂടെ മാത്രം നമുക്ക് ഇന്ന് പഠിക്കാം. ഇടയലേഖനങ്ങളുടെ പ്രാധാന്യം. ഇമ്പോർട്ടൻസ് ഓഫ് പാസ്റ്ററൽ എപ്പിസോഡ്സ്.
പൗലോസിന്റെ ഹൃദയ വിചാരങ്ങളുടെ വിലപ്പെട്ട ഉൾക്കാഴ്ച, റിഫ്ലക്ഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാം. ഒരു കത്ത് രൂപത്തിൽ എഴുതിയത് കൊണ്ട് പൗലോസിന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്ന വേദനകളും സ്നേഹവായ്പകളും ചിന്താഗതികളുമെല്ലാം ഈ ലേഖനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ പൗലോസ് എന്ന് പറയുന്ന ആ മിഷണറി വീരനെ, ശ്രേഷ്ഠ അപ്പോസ്തലനെ അടുത്തറിയുവാൻ സഹായിക്കുന്നതാണ് ഈ ലേഖനം. ഒരുപക്ഷെ എഫേസ് ലേഖനം വായിക്കുമ്പോഴോ ഗലാത്യ ലേഖനം വായിക്കുമ്പോഴോ നമുക്ക് അത്രത്തോളം പൗലോസിനെ അറിയുവാൻ കഴിയുന്നില്ല. കൊരിന്ത്യ ലേഖനത്തിൽ കുറച്ച് കഷ്ടപ്പാടുകളെ കുറിച്ച് പൗലോസ് പറയുന്നു. എന്നാൽ ഒന്നും രണ്ടും ലേഖനങ്ങളിൽ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം അതിനകത്ത് പറയുന്ന പല ഭാഗങ്ങളും ഫ്രാഗ്മെന്റ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പലതും ഹിസ്റ്റോറിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉള്ളതാണ്. 3 or 4 ലേഖനങ്ങളുടെ സങ്കലനമാണ് കൊരിന്ത്യ ലേഖനം. 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് സംശയം വരികയാണ്. അതിനുശേഷം ഞാൻ ഈ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന, അപ്പൊ നമുക്കത് കൊരിന്ത്യ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡിഫറൻസസ് മനസ്സിലാകും. പക്ഷെ ആ ഭാഗങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൗലോസിന്റെ കുറച്ച് സങ്കടങ്ങൾ നമുക്ക് 2 കൊരിന്ത്യരിൽ കാണുവാൻ കഴിയുന്നു. പക്ഷെ തിമോത്തിയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ, 2 ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ പൗലോസിന്റെ അവസാന ജീവിതഘട്ടത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എന്താണ് അനുഭവിച്ചിട്ടുള്ളത്, എന്താണ് ചിന്തിച്ചിട്ടുള്ളത്, തൻ്റെ ജീവിത ദർശനം എന്താണ്, താൻ എന്താണ് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് വളരെ അടുത്ത് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ പൗലോസിനെ ഏറ്റവും അടുത്തറിയുവാൻ കഴിയുന്ന ഒരു ആത്മകഥ പോലെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ലേഖനങ്ങളായിട്ട് നമുക്ക് ഇടയ ലേഖനങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ പൗലോസിന്റെ സ്നേഹിതന്മാരും സഹപ്രവർത്തകരുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ഈ ലേഖനങ്ങൾ വെളിപ്പെടുത്തുകയും, അപ്പൊ ദീർഘകാലത്തെ കഷ്ടപ്പാടുകളുടെയും ഓട്ടത്തിന്റെയും ഒടുവിൽ ശുശ്രൂഷയുടെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ തനിക്ക് ഓർമ്മിച്ചെടുക്കുവാൻ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ചില സങ്കടപ്പെടുത്തിയ ചില ആളുകളുണ്ട്. 1-2 പേരെ കുറിച്ച് അങ്ങനെ പരാമർശിക്കുന്നുണ്ടെങ്കിലും തൻ്റെ സുഹൃത്ത് വലയം വളരെ വലുതായിരുന്നു. തൻ്റെ ശിഷ്യസമ്പത്ത് വളരെ വലുതായിരുന്നു. തൻ്റെ ശുശ്രൂഷ രംഗങ്ങളിലൂടെ കർത്താവിനെ അറിഞ്ഞവരും താൻ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചവരും തന്നെ ശുശ്രൂഷിച്ചവരും ആയിട്ടുള്ള ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിലാണ് താൻ ഈ അവസാന ഘട്ടത്തിൽ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. നിങ്ങളൊക്കെ കണ്ടു കാണും, ഈ അടുത്ത സമയത്ത് 42-47 വർഷം സഭാ ശുശ്രൂഷയിലായിരുന്നിട്ട് പെന്തക്കോസ്തുകാരെല്ലാം മോശക്കാരാണെന്ന് പറയുന്ന ഒരു ദേവദാസന്റെ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. കാരണം അത് ഇനി കാണാൻ ആരും ഇല്ലെന്ന് തോന്നുന്നു. അതുപോലെ പ്രചരിക്കപ്പെടുകയുണ്ട്. അപ്പൊ അത്രയും വർഷങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് ഈ പെന്തക്കോസ് മൊത്തം കള്ളന്മാരാണ്, ഇവിടെ മൊത്തം കള്ളത്തരമാണ്, ലീഡേഴ്സ് ഒന്നും ശരിയല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹം എന്ത് അറിഞ്ഞുകൊണ്ടാണ് ദൈവവേലയിലായിരുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ചില ആളുകൾ അങ്ങനെയാണ്. ചില ആളുകളുടെ ജീവിതത്തിന്റെ അവസാനം വരുമ്പോഴത്തേക്കും തന്നെ സഹായിച്ചവരാരുമില്ല, ശുശ്രൂഷിച്ചവരാരുമില്ല, സ്നേഹിതന്മാരാരുമില്ല, എല്ലാവരും മോശക്കാരാണ്. അപ്പൊ അദ്ദേഹം മാത്രമേ ഉള്ളൂ നല്ലയാളെന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ വരുന്ന ആളുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ലീഡർഷിപ്പിൽ നിന്നും അല്ലാതെ ഒക്കെ എത്രയോ ആളുകൾക്കുണ്ട്, നമുക്കെല്ലാം ഉണ്ടാകുന്നു. പക്ഷെ അതുകൊണ്ട് കർത്താവിന്റെ സഭയെല്ലാം മോശമാണ്, ശുശ്രൂഷയെല്ലാം കള്ളത്തരമായിരുന്നു എന്ന് ഒരു വ്യക്തി പ്രസ്താവിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. അദ്ദേഹം ഒരു കാപട്യമുള്ളവനായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷെ എത്രമാത്രം 2, 3, 4 പ്രാവശ്യം ജയിലറകളിൽ കിടക്കുകയും 40 അടി വീതം, റോമൻ അടി എന്ന് പറയുന്നത് ചില്ലറ അടിയല്ല, 39 അടി 3 വട്ടം കൊണ്ടു, പട്ടിണി കിടന്നു, പൈതാഹമുണ്ടായി, അല്ലേ? ഇതെല്ലാം അനുഭവിച്ച ശേഷം ഇപ്പോൾ തടവറയിലായിരിക്കുകയാണ്. രണ്ടാം തവണ ഹിസ്റ്റോറിക്കലി നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. 2-ാം തവണ വീണ്ടും റോമൻ കാരാഗ്രഹത്തിന്റെ കഠിന തടവിലായിരിക്കുന്ന വിശുദ്ധ പൗലോസ് തന്റെ ശുശ്രൂഷയുടെ അവസാനത്തിൽ തന്റെ സ്നേഹിതരെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, തന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, തന്റെ ശിഷ്യന്മാർ ഇനിയും ഈ പാതയിൽ കഷ്ടതയുടെ പാതയാണെങ്കിലും ഈ ദീപശിഖയുമായി സുവിശേഷത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ നിലകൊള്ളണം എന്ന് പ്രബോധിപ്പിക്കുവാൻ കഴിയുന്ന വിധം
എത്രമാത്രം ശ്രേഷ്ഠകരമായ ഒരു ജീവിത ദർശനത്തിന്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. തന്റെ വ്യക്തിബന്ധങ്ങൾ, ഊഷ്മളമായ വ്യക്തിബന്ധങ്ങൾ, തന്നെ ഒന്ന് ചെറുതായിട്ടെങ്കിലും സഹായിച്ചിട്ടുള്ള, തന്നോട് കൂടെ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തികളെ ഒന്നും താൻ മറക്കുന്നില്ല. അപ്പൊ നല്ല ഓർമ്മകളുമായി കഷ്ടതയുടെ നടുവിലും ജീവിക്കുന്ന ഒരു ധന്യനായ അപ്പോസ്തലനെയാണ് നമുക്ക് ഈ ലേഖനത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തികളിൽ കാണുന്ന ഒരു ഭാഗം നമുക്കുണ്ടല്ലോ. കൂലിക്കെടുത്ത വീട്ടിൽ തന്റെ അടുത്ത് വരുന്നവരോട് സുവിശേഷം പറഞ്ഞുകൊണ്ട് 2 വർഷത്തോളം പാർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തികൾ അവസാനിപ്പിക്കുന്നത്. അപ്പൊ അപ്പോസ്തല പ്രവർത്തികളുടെ ചരിത്രത്തിന്റെ തുടർച്ചയായിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തിമോത്തിയോസിന്റെ എഴുതിയ അല്ലെങ്കിൽ ഈ ഇടയലേഖനങ്ങളിൽ നിന്നാണ്. അപ്പൊ ആ റോമിൽ തടവിൽ അവിടെ ആയിരുന്ന പൗലോസ്, ചുരുക്കി പറഞ്ഞാൽ റോമൻ തടവിൽ നിന്നും താൻ മോചിതനായി. നമ്മൾ പഠിച്ചതാണ്. റോമൻ തടവിൽ നിന്നും മോചിതനായി. തനിക്കെതിരെ സാക്ഷ്യം പറയുവാൻ ആരും ഉണ്ടായിരുന്നില്ല. കുറ്റപത്രം തെളിയിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ നിരപരാധി എന്ന് ബോധ്യം വന്ന പൗലോസിനെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും, നമ്മൾ പഠിച്ചതുപോലെ പൗലോസ് പിന്നീട് സ്പെയിനിലേക്ക് തന്റെ ആഗ്രഹപ്രകാരം താൻ സുവിശേഷവുമായി കടന്നു പോവുകയും അവിടെ നിന്ന് യാത്ര ചെയ്ത് താൻ മാസഡോണിയയിൽ വരികയും ഏഷ്യ മൈനറിലും മാസഡോണിയയിലും സഞ്ചരിച്ച് താൻ ത്രോവാസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കർപ്പോസിന്റെ വീട്ടിൽ വെച്ച് തന്നെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും പുതപ്പും ചർമ്മലിഖിതങ്ങളും എടുക്കുവാൻ പോലും സമയം കിട്ടാതെ തന്നെ റോമിലേക്ക് തന്നെ പടയാളികൾ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ രാജ്യദ്രോഹ കുറ്റമായിരുന്നുകൊണ്ട് കഠിന തടവായിരുന്നു. മരണശിക്ഷയ്ക്ക് വേണ്ടി തന്നെ വിധിച്ചു. അതാണ് തന്നെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. ശീതകാല ആവുന്നതിന് മുമ്പേ നീ എന്റെ അടുക്കലേക്ക് വരണം. തടവിന്റെ വിവരം, തന്റെ ശുശ്രൂഷ, താൻ എവിടെല്ലാം പോയി എന്നുള്ളതിനെ തിമോത്തിയോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. വരണം. തന്റെ പേരിലും മാസഡോണിയയിലും ഏഷ്യാമയ എത്ര എൻകറേജിംഗ് ആയിട്ടുള്ള വാക്കുകൾ. സഭാജീവിതം, ശുശ്രൂഷ, ഭരണം നമുക്ക് ഇതിൽ നിന്നും നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന്. അപ്പൊ അതാണ് ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പിന്നീട് ആരാധന, പരസ്യ ആരാധന, പബ്ലിക് വർഷിപ്പ്, കോമൺ വർഷിപ്പ് അല്ലെങ്കിൽ വർഷിപ്പ് സർവീസ്. അതുപോലെ സഭാ നേതൃത്വ നിരയുടെ തിരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് സഭാ നേതാക്കളെ തിരഞ്ഞെടുക്കേണ്ടത്? നേതാക്കളുടെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു ഇടയന്റെ വ്യക്തിപരമായ ജീവിതവും അദ്ദേഹത്തിന്റെ പരസ്യമായ ശുശ്രൂഷയും എങ്ങനെയായിരിക്കും? സഭയിൽ പാപം ചെയ്യുന്ന, കുറ്റം ചെയ്യുന്ന ആളുകളും പാപപ്രവർത്തികൾ ചെയ്യുന്ന ആളുകളും. അപ്പൊ സഭയിലെ പാപം എങ്ങനെ കൈകാര്യം ചെയ്യാം? സഭയിലെ കുറ്റകൃത്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം? സഭയിൽ സ്ത്രീകൾക്കുള്ള പങ്കെന്താണ്? സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് സഭയിലുള്ള ശുശ്രൂഷ എന്തൊക്കെയാണ്? അവരുടെ പങ്ക് എന്തൊക്കെയാണ്? അതുപോലെ വിധവമാരെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? സഭയുടെ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം? ധനവിനിയോഗം എങ്ങനെയായിരിക്കും? അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇടയലേഖനങ്ങളിൽ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് ആധുനിക സഭയുടെ ലീഡർഷിപ്പിലുള്ള ആളുകൾക്കും ഇതിനകത്ത് ഈ ലേഖനം ഒഴിവാക്കാനാവാത്ത പ്രാധാന്യം നൽകുന്നു. ഇനി മറ്റൊരു പ്രത്യേകത, പഥ്യോപദേശം എന്താണ്? തിരുവെഴുത്തുകളുടെ ആധികാരികത എന്താണ്? അതുപോലെ രക്ഷയെക്കുറിച്ചും കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുമുള്ള ഉപദേശങ്ങൾ നമുക്കിതിൽ കാണാം.
അതൊക്കെ തിമോത്തിയോസിന് വളരെ വ്യക്തമായിട്ട് പകർന്നു കൊടുക്കും. അതുകൊണ്ട് സഭാശാസ്ത്രപരം, പ്രായോഗിക ജീവിതം, ഇവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ സഭാ ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഉപദേശങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ വിഷയങ്ങളിലെല്ലാം അതീവ പ്രാധാന്യം അർഹിക്കുന്ന ലേഖനങ്ങളാണ് ഇടയ ലേഖനങ്ങൾ എന്ന് നമുക്ക് കാണാം. അപ്പൊ ഇതാണ് ഈ ലേഖനങ്ങളുടെ പ്രാധാന്യം. അപ്പം ഇവിടെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ അതിന്റെ ഗ്രന്ഥകർത്തൃത്വത്തെക്കുറിച്ചും പിന്നീട് ഈ പുസ്തകത്തിന്റെ പൊതുവായിട്ടുള്ള ലേഖനങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. തുടർന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ഇൻട്രഡക്ടറി പാർട്ടിൽ ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്ന ഹെർസീസ്, ലേഖനം നേരിടുന്ന ദുരുപദേശങ്ങൾ എന്തൊക്കെയാണ്, അതും കൂടെ മാത്രമേ നമുക്ക് ഇൻട്രഡക്ടറി പാർട്ടിൽ പഠിക്കാനുള്ളൂ. ആ ഇൻട്രഡക്ഷനോടെ കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോ ലേഖനങ്ങളുടെ പ്രത്യേകതകളിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ക്ലാരിറ്റി കിട്ടാത്ത എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ചോദിക്കാം. അവസാനം പറഞ്ഞ 2 പോയിന്റുകൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല. പ്രേസ് പാസ്റ്റർ ആണോ പറഞ്ഞേ? അവസാനം പറഞ്ഞ 2 പോയിന്റുകൾ എന്ന് പറഞ്ഞത് അവസാനം നെറ്റ് പ്രോബ്ലം ആയിരുന്നു സാറിന്റെ, അതുകൊണ്ട് തിരിഞ്ഞില്ല. എയർടെൽ ലാസ്റ്റ് അല്ല, ഇടകൊണ്ട്. ഈ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണോ? അതെ. പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞത് ഇടയ്ക്ക് പറഞ്ഞത് പൗലോസിന്റെ ജീവിതം, ഒന്നാമത്തേത് പൗലോസിന്റെ ജീവിതം നമുക്ക് അദ്ദേഹത്തിന്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ നമുക്ക് അടുത്തറിയുവാൻ കഴിയുന്നു. അതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ചർച്ച് ലൈഫ്, സഭാജീവിതം, സഭയിലെ പെരുമാറ്റങ്ങൾ, അതുപോലെ ശുശ്രൂഷ, സഭയുടെ ഭരണം, ഇവയ്ക്കുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ ഈ ലേഖനമാണ് നൽകുന്നത്. മറ്റൊന്ന് ആരാധന, സഭാ തിരഞ്ഞെടുപ്പ്, സഭാ നേതൃത്വത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ലീഡേഴ്സിന്റെ ഗുണവിശേഷങ്ങൾ, ഇവയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പാസ്റ്ററുടെ വ്യക്തിപരമായ ജീവിതം, അതുപോലെ തന്നെ പരസ്യ ശുശ്രൂഷ, അത് പേഴ്സണൽ ലൈഫും പബ്ലിക് ലൈഫും, പബ്ലിക് ലൈഫ് അല്ലെങ്കിൽ പബ്ലിക് മിനിസ്ട്രി, ഇത് രണ്ടും എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നു. അതുപോലെ സഭയിലെ കുറ്റകൃത്യങ്ങളും പാപങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണം, സഭയിലുണ്ടാകുന്ന കുറവുകളും ബലഹീനതകളും ഉള്ള വ്യക്തികളെ അല്ലെങ്കിൽ പാപം ചെയ്യുന്ന വിശ്വാസിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് കാണാം. സഭയിലെ സ്ത്രീകൾക്കുള്ള പങ്ക്, വിധവമാരുടെ സംരക്ഷണം, പിന്നെ സാമ്പത്തികമായ ധനവിനിയോഗം, സഭയുടെ ധനവിനിയോഗം എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് ഉപദേശപരമായിട്ട് സത്യോപദേശത്തെക്കുറിച്ചും കർത്താവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും തിരുവെഴുത്തുകളുടെ ആധികാരികതയെക്കുറിച്ചും ഈ ലേഖനങ്ങൾ പഠിപ്പിക്കുന്നു. അത്രയുമാണ് പറഞ്ഞത്. ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലേ? മനസ്സിലായി സാറേ. മനസ്സിലാവുന്നുണ്ട്.
ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ബിനു ജെയിംസ് പാസ്റ്റർ പ്രാർത്ഥിക്കും. VP ജോൺ പാസ്റ്റർ ആശീർവാദം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നന്ദിയോടെ